योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഈ അഷ്ടകത്തില് എല്ലാ പാട്ടിനും സെന്ററായിട്ടുള്ള ഒരു വാക്ക് ഭഗവാൻ ഉപയോഗിച്ചതാണ് ഇന്നലെ നമ്മൾ കണ്ട ഇരുന്തൊളിർ. ആത്മാവിന് സ്വരൂപത്തിന് ഭഗവാൻ ഒരു വാക്ക് കോയിൻ ചെയ്തെടുത്തു, ഇരുന്തൊളിർ. ഒളിയും ഇരുപ്പും സ്വഭാവമായിട്ടുള്ള ചിത്ത് സദാ നമ്മളുടെ അനുഭവത്തില് അനുഭവസ്വരൂപമായി നമ്മളിൽ ഏതൊന്ന് ഉണ്ടോ ആ ഉണ്മ, യാതൊന്നിന് അഭാവമേ ഇല്ലയോ. എന്തൊക്കെ വന്നു വന്നു പോകുന്നു അതിനെയൊക്കെയാണ് ഇരുട്ട് എന്ന് പറഞ്ഞത്. രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് വിളക്ക്, ഒന്ന് ഇരുട്ട്. രണ്ട് വാക്ക് പറഞ്ഞു. വിളക്ക് എന്താണ്? ഏതിന് അഭാവമേ ഇല്ലയോ, സദാ ജ്വലിച്ചുകൊണ്ടേ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കണു. അതിനെ ഇരുന്തൊളിർ എന്ന് പറഞ്ഞു. നമ്മളുടെ അനുഭവം ഇരുന്തൊളിർ ആണ്. നിങ്ങളുടെ സ്വരൂപം സദാ വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അതിന് മറവേയില്ല. ഒരു ക്ഷണനേരം പോലും നമ്മളില്ലാതെയില്ല. നമ്മളുടെ ശരീരം അനുസ്യൂതം ഇല്ലാതായിരിക്കണു. എപ്പോഴും വാസ്തവത്തില് അതിന്റെ ഇരുപ്പ് അനുഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വേദാന്ത ജ്ഞാനം വളരെ സിമ്പിളാണ്. ഈ രണ്ട് വാക്കിൽ കഴിഞ്ഞു, ഉള്ളത് ഇല്ലാത്തത്. അസ്ഥി നാസ്തി രണ്ടിലും കഴിഞ്ഞു. രണ്ടിനും ഭഗവാൻ ലക്ഷണം പറഞ്ഞു ഗീതയിൽ. നാസതോ വിദ്യത്തെ ഭാവഃ ന അഭാവോ വിദ്യത്തെ സതഃ. ഉഭയോഹോ അപി ദൃഷ്ടോന്തസ്ത്വനയോഹോ തത്വദർശിഭി. തത്വദർശികൾക്ക് ഇത് രണ്ടും അറിയും, അത്രയേ ഉള്ളൂ. ഉള്ളതും അറിയുന്നേ ഇല്ല. എപ്പോഴും അനുഭവത്തില് നമ്മളുടെ തന്നെ അസ്തിത്വമായി, നമ്മളുടെ തന്നെ ബോധമായി നമുക്ക് സദാ സിദ്ധമായിട്ട് ഒരു പ്രയത്നവും അപേക്ഷിക്കാതെ അതിനെ പ്രകാശിപ്പിക്കാൻ വേറെ ഒരു പ്രകാശത്തിന്റെയും ആവശ്യം കൂടാതെ അത് പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ പ്രകാശിക്കും. തമേവ ഭാന്തം അനുഭാതി സർവം. അങ്ങനെയുള്ള ഇരുപ്പ്. ഇത്രയൊക്കെ പറയുമ്പോൾ അത് എന്ത് വസ്തു? ഒരു വസ്തുവില്ല, ഉണ്ടല്ലോ അത് തന്നെ. ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനുണ്ട് എന്നുള്ള അനുഭവം, അതിൽ ആ ഞാൻ എന്നുള്ളത് പോലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ തുടിച്ചു പൊന്തുന്നത് മാത്രമാണല്ലോ. സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ഈ ഞാൻ എന്നുള്ള വൃത്തി, ചലനം, വ്യക്തിത്വം ഇല്ലാതെ തന്നെ ഈ ഇരുപ്പ്, നിലനിൽപ്പ്, അസ്തിത്വം പ്രകാശിക്കണം. എന്നുവെച്ചാൽ ആ സമയം എഴുന്നേറ്റ് നമ്മൾ സുഖമായിട്ടിരുന്നു എന്ന് പറയണു. ആ സമയത്ത് സുഖസ്വരൂപമായിട്ടിരുന്നുവല്ലോ, അതിനെ തന്നെയാണ് ഒളി എന്ന് പറഞ്ഞത് ഭഗവാൻ. ലൈറ്റ് എന്ത്? ഈ ലൈറ്റ് അല്ല, അറിയണു, അറിവ്.
രണ്ട് വാക്ക് തമിഴില് ള ല മാറ്റിയാൽ ഒന്ന് ഒളി ഒന്ന് ഒലി. ഒലി എന്ന് വെച്ചാൽ ശബ്ദം. ഈ ഒളി തന്നെ എഴുന്നേറ്റ് വരുമ്പോ ഒലിയായിട്ട് മാറും. പതുക്കെ പതുക്കെ ത്രൂ പ്രോസസ് നാദമായിട്ട് മാറും. ഒളി എന്ന് പറയുന്നത് കല, ഇരുപ്പെന്ന് പറയുന്നത് ബിന്ദു, ഒലി എന്ന് പറയുന്നത് നാദം. ഈ മൂന്നും കൂടി ചേർന്ന് നാദം, ബിന്ദു, കല എന്ന് പറയും. മുരുകനെ സ്തുതിക്കുമ്പോൾ അരുണഗിരിനാഥരുടെ പ്രസിദ്ധമായ പാട്ടാണ് നാദ ബിന്ദു കലാദി നമോ നമ, വേദമന്ത്ര സ്വരൂപ നമോ നമ. ഈ നാദം, ബിന്ദു, കല അതൊന്നുമില്ല, മനസ്സായിട്ട് വിരിഞ്ഞു വരുമ്പോ അത് പതുക്കെ പതുക്കെ സർവകലാസ്വരൂപമായിട്ടും ശബ്ദമായിട്ടും, ശബ്ദം അവസാനത്തെ ഫോമാണ് പുറത്തേക്ക് വരുമ്പോ. അതിചിത്തവൃത്തികൾ, അകേവലമായി ഉള്ള വസ്തു, ഇരുപ്പ്, അസ്തിത്വം, അത് ഭഗവാന്റെ സ്വരൂപമാണ്, അത് ആത്മസ്വരൂപമാണ്, അത് ബ്രഹ്മമാണ്. അതിന് മരണമില്ല, അതൊരിക്കലും ജനിച്ചിട്ടില്ലെന്ന് ബോധിപ്പിക്കാനാണ് ശാസ്ത്രം. ജാതോസി പരീക്ഷിച്ച് ഭാഗവതം മുഴുവൻ കേട്ട് അവസാന സുഖബ്രഹ്മ മഹർഷി പറയണത് ഇതാണ്, നീ ജനിച്ചിട്ടേ ഇല്ലല്ലോ. നമ്മൾക്ക് ആർക്കെങ്കിലും ജനിച്ചത് ഓർമ്മയുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടല്ലോ. ജനിച്ചത് ഓർമ്മയുള്ള ഒരാൾ പറയൂ നോക്കട്ടെ. ജനിച്ചത് എന്ന് പറഞ്ഞാൽ അതായത് മുമ്പ് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായതായിട്ട് ഹാപ്പനിങ്. ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആരാ അറിഞ്ഞതപ്പോ? പ്രാഗഭാവം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതേപോലെ തന്നെയാണ് ശാസ്ത്രകാരന്മാരുടെ വാക്ക് പ്രധ്വംസാഭാവം എന്ന് പറയും. അതായത് അവസാനം ഉണ്ടാവാൻ പറ്റില്ല. എങ്ങനെ പറ്റും? ഇരുപ്പിനെ ഇല്ലായ്മ രജിസ്റ്റർ ചെയ്യാനേ പറ്റില്ല. ഇരുപ്പെന്ന് പറയണത് ഭാവം. ന അഭാവോ വിദ്യത്തെ സതഃ. സത്തിന് അഭാവത്തിനെ അറിയാനേ സാധ്യമല്ല. ഇങ്ങനെ വിചാരം ചെയ്തു പോയാൽ മരണമില്ലെന്നറിയും. നമ്മുടെ മഹർഷിക്ക് ഒരു ദിവസം കിടന്നു, താൻ മരിക്കാൻ പോണെന്ന് തോന്നി, ശരീരം മരിച്ചെന്ന് തോന്നി, ശരീരം എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തില് തീ വയ്ക്കണതായിട്ടൊക്കെ കണ്ടു. ശരീരം കത്തിപ്പോയാലും ഞാൻ ഇല്ലാതാവണില്ല, ഞാനുണ്ട്, ഒരിക്കലും എനിക്ക് മാറ്റമില്ല എന്നൊക്കെ നിശ്ചയിച്ചു. വളരെ സരളമായിട്ട്. നമ്മൾക്ക് അതേ നിശ്ചയം വരണം. ഇല്ലായ്മയെ വെച്ചുകൊണ്ട് ഉള്ളതിനെ റിഫ്ലക്ട് ചെയ്ത് കാണണം. ശരീരം ഇല്ലാത്തതാണ്, മനസ്സ് ഇല്ലാത്തതാണ്, പ്രാണൻ ഇല്ലാത്തതാണ്. എന്തുകൊണ്ട്? ഒരിക്കൽ ഉണ്ടാവണു, ഒരിക്കൽ ഇല്ലാതാവുന്നു, വരികയും പോവുകയും ചെയ്യുന്നു. പഴയ ആളുകളുടെ വഴി എന്താന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ വഴിയാണ്. എന്താ വിശ്വാസം? ഉപനിഷത്ത് പറയണമെന്നാണ്. കഴിഞ്ഞു. ശ്രുതി പറയുന്നു, അപ്രാണോ ഹി അമനാഹ ശുഭ്രഃ ഹി അക്ഷരാത് പരതഃ പരഃ. ശ്രുതി പറയുന്നു, ശ്രുതി സത്യവചസ്സായ ഉപനിഷത്ത് പറയണു, നീ പ്രാണനും മനസ്സും ഒന്നുമില്ലാത്ത ശുഭ്രവസ്തുവാണെന്ന്. നീ പൂർണ്ണ വസ്തുവാണ്, ശുദ്ധ വസ്തുവാണ്. അപ്രാണോ ഹി അമനാഹ ശുഭ്ര അക്ഷരാത് പരതഃ പരഃ. ഈ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന ക്ഷേത്രജ്ഞനായ ചൈതന്യമുണ്ടല്ലോ,
ആ ചൈതന്യത്തിന് ശരീരമെന്നുള്ള ലിമിറ്റേഷൻ ഇല്ലാപ്പ എന്നാണ്. അതാണ് അക്ഷരാത് പരതഃ പരഃ. അപരിമിതമായ പരിധികളില്ലാത്ത പൂർണ്ണ വസ്തുവാണ്. അതെങ്ങനെ അറിയും? ചുമ്മാ ഇരുന്നാലേ അറിയും. ഇരുപ്പിൽ ഇരുപ്പായി ഇരുന്നുകൊണ്ടേ എന്തെങ്കിലും ചെയ്യുമ്പോ നാച്ചുറലി യു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ പേഴ്സൺ. ഹൃദയസ്ഥാനത്തിലേക്ക് പോകുമ്പോ ആ ഇംപേഴ്സണലായ പ്ലെയിൻ ദിവസം നമ്മളെ പ്രകൃതി കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോണതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. നേച്ചർ കൂട്ടിക്കൊണ്ടുപോകും. സാധന എന്ന് പറയുമ്പോൾ യു കോൺഷ്യസ്ലി ഡു ഇറ്റ്. ബോധപൂർവം അങ്ങടേക്ക് പോകുമ്പോ ദേശകാലങ്ങളുടെ പരിധിയില്ലാത്തതാണത്. അതിനെ ഇവിടെ ഭഗവാൻ ചിത് പ്രകാശമെന്ന് പറഞ്ഞു. ഇരുന്ന് വിളങ്ങുന്നത് എന്ന് പറഞ്ഞു. ഇരുപ്പും വിളക്കമും ഉള്ളത്, ഇരുപ്പും വെളിച്ചമും ഉള്ളത്. അതിനെ വിട്ടിട്ട് പുറത്തൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത്? അത് പൂർണ്ണമാണ്, അത് കംപ്ലീറ്റാണ്. അതിൽ സർവമസ്തി, എല്ലാം ഉണ്ട് എന്നാണ്. അതൊരു ചെറിയ ബാഗ്, ആ ബാഗിൻ്റെ ഉള്ളിൽ വിശ്വം മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞു. സർവമസ്തി ചിതഃ കോശേ. അങ്ങനെ നിത്യസിദ്ധമായിട്ടുള്ളതിന് എന്നുവെച്ചാൽ എപ്പോഴും കിട്ടിയിട്ടുള്ളതായ പൂർണ്ണത്വത്തിന് നമ്മൾക്ക് നഷ്ടപ്പെടാൻ കാരണം എന്താ അറിയോ? നമ്മളത് കിട്ടണമെന്ന് യത്നിക്കുന്നതാണ്. എന്നുവെച്ചാൽ അധ്യാത്മത്തിലല്ല, എല്ലാത്തിലും. പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടണം, അത് കിട്ടണം, പരമ്പരയായിട്ട് പിച്ചയെടുത്ത് പഴക്കാണ് നമുക്ക്. ആ ഒരു ജിജ്ഞാസ, പ്രേപ്സ, ചികീർഷ, ജിഹാസ, ആശ സദാശിവബ്രഹ്മേന്ദ്ര സ്വാമികൾ ഇങ്ങനെ വരി വരിയായിട്ട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. അറിയാൻ, ചെയ്യാൻ, നേടാൻ, ആയിത്തീരാൻ, സുഖിക്കാൻ, എന്തിനോ ഒരു പിച്ച. ആ പിച്ചയെടുക്കലാണ്. ആഗ്രഹം ഉള്ളവൻ പിച്ചക്കാരനാണ്. അല്ലെങ്കിൽ കയ്യില് ഭിക്ഷാപാത്രം ഏന്തിയാലും ചക്രവർത്തിയാണ്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ. ഒന്നും വേണമെന്ന് നിർബന്ധമില്ലാതായി തീരുമ്പോ, ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് നിർബന്ധമായി ഇല്ലാതായിട്ട് തീരുമ്പോ വളരെ എളുപ്പമായിട്ട് ഉപനിഷത്ത് പറഞ്ഞു. ഇരുപ്പ്, സത്ത്, ചിത്ത്, ആനന്ദമൊക്കെ പറയണു. അതിപ്പോ പ്രകാശിക്കുമെന്നാണ്. എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ യഥാ സർവേ പ്രമുച്ഛന്തേ കാമായേസ്യ ഹൃദിശ്രിതാഃ അഥമർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മസമശ്നുതേ എന്നാണ്. ഇവിടെ ഇപ്പൊ തന്നെ അവൻ ബ്രഹ്മമായിട്ട് തീരും. എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ പ്രമുച്ഛന്തേ, ഗെറ്റ് റിലീസ്ഡ്. എന്തിൽ നിന്നും? സകല കാമനകളിൽ നിന്നും. ഒന്നും വേണമെന്നില്ല. ആശയെ അറുമിൻ, ആശയെ അറുമിൻ. ഒന്നും വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഇവിടെ തന്നെ ജീവൻ മുക്തനായി എന്നാണ്, സ്വതന്ത്രമായി.
മുക്തി ആത്മാവിന്റെ സ്വരൂപം. അതിന് കെട്ടിടുന്നത് ഈ മനസ്സാണ്. അമൃതോ ഭവതി മർത്യ എന്നാണ്. ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ലെങ്കിൽ, രാമകൃഷ്ണ പരമഹംസർ ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്കൊന്നും അറിയില്ല, ഒക്കെ അമ്മ ചെയ്യും. ഞാൻ സുഖമായി ഊണ് കഴിക്കുന്നു, ഉറങ്ങുന്നു, തമാശ പറയുന്നു, പാട്ട് പാടുന്നു, കളിക്കുന്നു, കഴിഞ്ഞു. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നരേന്ദ്രനാഥ് പറഞ്ഞു, അങ്ങക്ക് ഞങ്ങളോടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അതുകൊണ്ടല്ലേ ഞങ്ങളെയൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. പോടാ കായസ്ഥ, ജാതി പറഞ്ഞു കൊടുത്തതാ. തന്നെ കൊണ്ട് എനിക്ക് ആവാൻ എന്തുണ്ട്? അരക്കാശിന് ഉപയോഗമില്ല, വീട്ടിൽ മുഴുവൻ ദാരിദ്ര്യം, വായി തോന്നുന്നൊക്കെ പറഞ്ഞു. അമ്മ പറയണു, നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു വസ്തു ഉണ്ടെന്ന്, ആ ജഗദീശ്വരി ഉള്ളെന്ന് പറയണു. അതെവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണതെന്ന്. രാമകൃഷ്ണദേവന്റെ ഒറിജിനൽ ബംഗാളി വചനാമൃതത്തിലില്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിദ്ധിനാഥാൻ സ്വാമി തന്നെ പറഞ്ഞു ഒരിക്കല്, പേടിച്ചിട്ട് ചെയ്യാത്തതാണ്. തനി ഗ്രാമീണ ഭാഷ. എപ്പോ ഒന്നും വേണമെന്നില്ലയോ, ഈ ഒരു ഉദാഹരണത്തിനൊരു രസത്തിന് വേണ്ടി പറയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം എഴുതിയ പാട്ട് വന്ദേ മാതരം. അതാണ് വാസ്തവത്തില് നാഷണൽ ആന്തമായിട്ട് ആദ്യം എടുത്തത്. നമ്മളുടെ ഒരു ഗതികേട് നോക്കൂ. അതെടുത്തിട്ട് അതില് രണ്ടാമത്തെ പാദത്തില് കാളി ഇതൊക്കെ വരുന്നതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ദേവിയുടെ പേരേതോ വരണമെന്ന് വന്നിട്ടാണ് മുസ്ലിംസ് ലഹള കൂട്ടുന്നു വന്നിട്ട് വേണ്ട വെച്ചത്ര. ആ ബങ്കിം ചന്ദ്ര ചാറ്റർജി നല്ല കവി രാമകൃഷ്ണദേവനെ കാണാൻ വന്നു. അപ്പൊ രാമകൃഷ്ണദേവൻ സത്സംഗ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോട് ചോദിച്ചു, എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? അപ്പോ അദ്ദേഹം തമാശ പറഞ്ഞതാണ്. അതായത് ഒരു ഉയർന്ന ഐഡിയൽ പറയണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഒന്ന് താഴ്ത്തിക്കൊള്ളാൻ വേണ്ടിയിട്ട് ആണ് പറഞ്ഞത്. പക്ഷെ അത് അസ്ഥാനത്തായിപ്പോയി. എന്താ തിന്നുക, കുടിക്കുക, സുഖിക്കുക, ഇങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. രാമകൃഷ്ണദേവൻ പറഞ്ഞു, അതെ അതെ, വെങ്കായം തിന്നാ തകട്ടും, അവനവൻ എന്ത് ചെയ്യണോ അതൊക്കെ പുറത്തു വരും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞു, ഇംഗ്ലീഷിൽ അടുത്തിരിക്കുന്ന ആളുകളോട് എന്തോ പറഞ്ഞു. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ ചോദിച്ചു, എന്താ പറയണത് എന്ന് ചോദിച്ചു. അത് ഇന്ത്യൻ മാനേഴ്സാണ്. രണ്ടുപേര് സീക്രട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത് വരും. നമുക്ക് സീക്രട്ടേ ഇല്ല അല്ലേ? நம்ம அக்ரஹாரத்தில எல்லாருக்கும் தெரியுமே, அஸ்லாத்துல பேசினா இங்கே கேட்கும், அப்படித்தானே இருக்கும். காதும் அந்த சுமர்லயே தான் இருக்கும். அக்கா அதுல என்ன பேசுறாங்க, அந்த சுமர்லயே தான் காது இருக்கும். അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു അടുത്ത് വന്നവരോട്. അപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുമില്ലാന്നു, എന്തോ കമന്റ് അടിച്ചതാണ്. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈ ആധുനിക ബംഗാളികളൊക്കെ എങ്ങനെയാണ്, അവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇംഗ്ലീഷ് വാക്ക് പറയും, നമുക്കൊന്നും മനസ്സിലാവൂല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് വയറിനെന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഷിറ്റ്. എന്തിനാ വാക്ക് പറയണത് എനിക്കൊരു പിടി കിട്ടുന്നില്ല. ചിലത് അർത്ഥമറിയാതെ പറയാണെന്ന് തോന്നുന്നു. പഴയ കാലത്ത് കുറച്ചു കാലം മുമ്പ് ഫൂട്ട് എന്ന് പറയും. അതുപോലെ അന്നത്തെ സമയത്ത് രാമകൃഷ്ണ പരമഹംസരുടെ ടൈമില് ഇവരൊക്കെ ഡാമിറ്റ് എന്ന് പറയും. ഇത് രാമകൃഷ്ണദേവൻ കേട്ടിട്ടുണ്ട്. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരു ബംഗാളി സായിപ്പിന് ഒരു ബാർബർ ക്ഷൗരം ചെയ്യുമ്പോ എവിടെയോ അറിയാതെ ഇത്തിരി എന്തോ കത്തിത്തിരി തട്ടിയിട്ടുണ്ടോ എന്തോ, അദ്ദേഹം ഡാമിറ്റ് എന്ന് പറഞ്ഞു. അപ്പോ ഈ ബാർബർ കത്തി ചോട്ടിൽ വെച്ച് മുണ്ടെടുത്ത് കെട്ടി ഷർട്ടൊക്കെ മടക്കി ഡാമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു.
അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നുമില്ല, നോക്കി ചെയ്യാന്ന്. അതുപോലെ നല്ലതാണെങ്കിൽ ഞാൻ ഡാമിറ്റ്, എന്റെ അച്ഛൻ ഡാമിറ്റ്. അതുപോലെ ചീത്തയാണെങ്കിൽ നിങ്ങളുടെ ഡാമിറ്റ്, നിങ്ങളുടെ അച്ഛൻ ഡാമിറ്റ്, നിങ്ങളുടെ മുത്ത, നിങ്ങളുടെ പരമ്പര മുഴുവൻ ഡാം 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 എന്ന് പറഞ്ഞത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയോട് പറഞ്ഞതാണ്. അതായത് എവിടെ ആഗ്രഹമില്ലയോ അവിടെ ഭയമില്ല. ഭയം ദ്വൈതമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ദ്വൈതം എന്ന് പറയുന്നത് ആഗ്രഹം തന്നെയാണ്. ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് ഡിസയർ ആണ്. എന്തെങ്കിലും വേണോ, നമ്മളുടെ ഫ്രീഡം പോയി. ആഗ്രഹം ഇല്ലെങ്കിൽ നിരങ്കുശസ്ഥിതി എന്നാണ്. ആനയ്ക്ക് തോട്ടി പോലെയാണ് ഈ ആഗ്രഹം. ഈ തോട്ടിക്കാണ് അങ്കുശം എന്ന് പറയുന്നത്. നിഴൽ പോലെ ഉള്ളിലിരുന്ന് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മുഴുവൻ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെയില്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെ ഇല്ലെങ്കിൽ ശരിയാവില്ല. പല വസ്തുക്കള് നിഴൽ പോലെ ഉള്ളിലിരുന്ന് പിടിച്ചു വെക്കണം. അതങ്ങോട്ട് വിട്ടാ സ്വതന്ത്രമാണ്, സ്വച്ഛന്തമാണ്, നിർവൃത്തിക്കുള്ള വഴിയാണത്. അത് പോയാൽ ഉള്ളത് പൂർണ്ണമാണ്. യാതൊന്നാണോ നമ്മളിലെ ചൈതന്യമായി, നമ്മളുടെ ഇരുപ്പായി, നമ്മളുടെ ബോധമായി, ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബ്രഹ്മമാണ്, അത് ഈശ്വരനാണ്, അഖണ്ഡമാണ്, അപരിമിതമാണ്, അത് നിത്യമായിട്ടുള്ളതാണ്. അതിന് മരണമെന്നുള്ളത് അതിന്റെ സ്വഭാവമല്ല, അശുദ്ധി എന്നുള്ളത് അതിന്റെ സ്വഭാവമല്ല, കർത്തൃത്വം എന്നുള്ളത് അതിലില്ല, ഭോക്തൃത്വം എന്നുള്ളത് അതിലില്ല. ഇതൊന്നും നേടിയെടുക്കേണ്ട ഒരു ക്വാളിറ്റി അല്ല, അത് നിത്യസിദ്ധമാണ്, അത് പൂർണ്ണമാണ്, അത് സനാതനമായിട്ട് അതിലുള്ളതാണ്, സ്വാഭാവികമാണ്. ശാന്തി, ആനന്ദം, പരിശുദ്ധി, അഭയം, നൈർമല്യം, ഇതൊക്കെ തന്നെ ആത്മാവിന്റെ സ്വതസിദ്ധമായ സ്വാഭാവികമായ സ്ഥിതി. അഗ്നിക്ക് എങ്ങനെ വെളിച്ചമോ അതുപോലെ സ്വരൂപത്തിൽ നിത്യസിദ്ധമായിട്ടുള്ളതാണത്. അപ്പൊ ഇത്തരത്തിലുള്ള അതിന്റെ ലക്ഷണങ്ങളെയാണ് ഒളി എന്ന് പറയുന്നത്, അതിന്റെ സ്വരൂപത്തിനെയാണ് ഇരുപ്പെന്ന് പറയുന്നത്. അതറിയുന്നു. എങ്ങനെ അറിയുന്നു? ശുദ്ധമായി, നിത്യമായി, ബുദ്ധമായി, അറിവായി, ജ്ഞപ്തിയായി, അവബോധമായി. ജനനം മരണം മുതലായിട്ടുള്ളതൊന്നും, ഈ ദോഷങ്ങളൊന്നും സ്പർശിക്കാത്തതായി, ഒന്നിനോടും പറ്റിക്കൂടാതെ. ഇന്നലെ പറഞ്ഞല്ലോ, മണിക്കടൈന്തന മനമനും കല്ലിൽ മറുവര കടയനിൻ അരുൾ ഒളിമേവും നിഴൽ പതിയുമോ പടിത്തകട്ടിൻ. പിന്നെ അതിൽ ഒരു നിഴലും പതിയില്ല. എന്താന്ന് വെച്ചാൽ വാസ്തവത്തിൽ നിഴൽ പതിയുന്നൊന്നുമില്ല. പതിയുന്നു എന്നുള്ള ഒരു ഭ്രമാണ്. അസംഗോഹ്യം പുരുഷ, ഒരു മഹാവാക്യം. ഭഗവാൻ എടുത്ത് ടോക്സിലെടുത്ത് ചോദിക്കുന്നുണ്ട്, ഷുഡ് ഐ നോട്ട് റിനൗൺസ് മൈ അറ്റാച്ച്മെന്റ്സ്? അതിന് ഭഗവാൻ കൊടുക്കുന്ന ആൻസർ, ദ സെൽഫ് ഹാസ് ഓൾറെഡി റിനൗൺസ്ഡ് അറ്റാച്ച്മെന്റ്സ്. അത് എന്ത് ആൻസർ ആണെന്ന് തോന്നുന്നു നമുക്ക്. ഭഗവാന്റെ സൈഡ്, നീ ആത്മാവിനെ അറിയൂ, ഒരു ബന്ധവും നിന്നിലില്ലെന്ന് നീ അറിയും. നീ സ്വരൂപത്തിനെ അറിയൂ, അത് നിത്യമുക്തമാണെന്ന് അറിയും. നീ ആരാണെന്ന് അറിയൂ, നിനക്ക് ജനനമോ മരണമോ ഇല്ല എന്ന് അറിയാൻ വരും. നീ ജനനം മരണം ഇല്ലാതെ ആക്കൊന്നും വേണ്ട. അതാക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഗൗഡപാദാചാര്യർ പറഞ്ഞു, സമുദ്രത്തിലെ വെള്ളത്തിനെ ദർഭപ്പുല്ലുകൊണ്ട് എടുത്തുകൊണ്ടുപോയി പുറത്ത് കളയണ പോലെയാണെന്നാണ്. കുറച്ച് കുറച്ചായിട്ട് ഞാനിതാ യത്നിക്കുന്നു. ആര് യത്നിക്കുന്നവനെ ഉണ്മയല്ല. നീ സത്യം അറിയൂ, നിനക്കൊന്നും നേടിയെടുക്കേണ്ടതില്ല, നീ ഒന്നും ആയിത്തീരേണ്ടതില്ല. നിന്റെ സ്വരൂപം പൂർണ്ണമാണ്. നീ ആത്മാവാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ്, നിത്യമുക്തമാണ്, അറിവാണ്, ചൈതന്യമാണ്. ഈ ലക്ഷണങ്ങളൊന്നും സ്വരൂപത്തില് അധ്യസിക്കേണ്ട ആവശ്യമോ, ശരിക്കും പറഞ്ഞാൽ ഭാവന ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. അത് സ്വരൂപത്തിന്റെ ലക്ഷണമാണ്, സ്വരൂപ ലക്ഷണമാണ്. അതല്ല എന്നുള്ള ആ വിചാരമെടുത്തു മാറ്റാൻ, അതങ്ങനെയല്ല എന്നുള്ള വിചാരം എടുത്തു മാറ്റിയാൽ അത് അങ്ങനെയാണ്. അങ്ങനെ എന്നുള്ളത് അതിന്റെ സ്വരൂപമാണ്. ആ ഇരുന്ന് പ്രകാശിക്കുന്ന ആ വസ്തുവിന് പകരമായി വേറെ ഒന്നും തന്നെ, ദൃക്കിന് പകരമായി ദൃശ്യത്തിൽ ഒന്നും തന്നെ ഇല്ല. അതാണ് ഇണയറ്.
അതിന് തുല്യമായിട്ട്, അതിന് ഇണയായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ്. അതിനൊരു മാറ്റ് വേറെ ഒന്നുമില്ല, കൂട്ട് വേറെ ഒന്നുമില്ല. ദൃശ്യത്തിൽ ഒന്നും തന്നെ ആ ദൃക്കില് യോജിക്കില്ല. ആ ദൃക്കും ദൃശ്യവും കൂടെ ചേർന്നിരിക്കാനും പറ്റില്ല. ഒന്നിൽ ദൃശ്യം അല്ലെങ്കിൽ ദൃക്ക്. ദൃക്കിനെ വന്നു കഴിഞ്ഞാൽ അത് അദ്വയമാണ്. ആ ദൃക്കിനെയാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും ഈ പാട്ടുകൊണ്ട് പറഞ്ഞ അടുത്ത പാട്ടിൽ അതിനെ മനനം ചെയ്യേണ്ട വഴിയാണ് ഭഗവാൻ പറഞ്ഞത്. മണികളിൽ ചരടന് അനേകം വിചാരങ്ങള്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി മുതലായ അവസ്ഥാത്രയങ്ങൾ ഓരോ മനുഷ്യർ, ഓരോ ജീവന്റെ ഉള്ളിലും ചരട് പോലെ, മുത്തുകെട്ടിയ മാലയില് മുത്തുകൾക്കുള്ളിലൂടെ പോകുന്ന സൂത്രം പോലെ ഉയർത്തുറും. ഭഗവാൻ കോൺഷ്യസ് ആയിട്ട് ആ വാക്ക് ഉപയോഗിക്കാം. ഓരോരു ഉയിർ, ജീവനെ ചെന്ന് തൊട്ടാലേ ഈ ചരട് അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം വേറെ, എന്റെ ശരീരം വേറെ, നിങ്ങളുടെ മനസ്സ് വേറെ, എന്റെ മനസ്സ് വേറെ. ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ കുറച്ച് മനസ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു അറിയും, മനസ്സിലാക്കുമെന്നല്ലാതെ ശരീരത്തിലെ ക്ലിയർ കട്ട് ഡിവിഷൻ ഉണ്ട്. മനസ്സിങ്ങനെ കുറച്ച് പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ടെങ്കിൽ അതിലും ഡിവിഷൻ കാണുന്നു. ആ ഉയിർ, ആ ജീവനെ ചെന്ന് തൊട്ട് കഴിയുമ്പോ അത് സർവവ്യാപിത്വം അതിൽ കാണുന്നു, സർവത്വം അതിൽ കാണുന്നു. ഉയിർത്തോറും ആ ഉയിർ, ജീവൻ, ലൈഫ് പ്രിൻസിപ്പിൾ, ആ സത്ത, ആ സന്മാത്ര ശരീരിയായ ബോധത്തിനെ, ചൈതന്യത്തിനെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി, അറിയിപ്പിക്കാൻ വേണ്ടി ചൈത്യവപുസ്തേന്തി പുറത്ത് ആ അന്തര്യാമി വരുന്നു. ചൈതന്യം തന്നെ പുറത്തൊരു രൂപത്തിൽ വന്ന് പുറമേ നിന്നും ബോധിപ്പിക്കുകയും അകമേ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതാണ് ഒരു വലിയ മിസ്റ്ററി, ആശ്ചര്യം. ഗുരു ഉപദേശിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലിരുന്ന ഒരു ശക്തി അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. ആ ശക്തിയെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിച്ചാൽ ആ ശക്തി നിങ്ങൾ പൂർണ്ണത്തിൽ കൊണ്ടെത്തിക്കും. ഗുരുവോ ശാസ്ത്രമോ ഉപനിഷത്തോ ബോധിപ്പിക്കുന്ന സമയത്ത് ഉള്ളിലിരുന്ന് ഒരു സെന്റർ, it gets activated, it receives that message. ആ സെന്ററിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചാൽ അത് എവിടെ കൊണ്ടെത്തിക്കണമോ അവിടെ എത്തിച്ചോളൂ. അതാണ് ഭഗവാൻ ഇവിടെ മതം തൊറും വിധവിധ ഉരുവായി എന്ന് പറഞ്ഞത്. അത് അതേ ചൈതന്യം. അതാണ് ഒരാൾ ചോദിച്ചു, ജ്ഞാനിക്ക് മനസ്സില്ലെന്ന് പറയണു. ഞങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ ക്ലിയർ ആയിട്ട് വരണ്ടല്ലോ. അതിന് ഭഗവാൻ കൊടുത്ത ഉത്തരം, the source from where the question arises, from the same source the answer also comes. ശരീരം വേറെ, അത്രയേ ഉള്ളൂ. സോഴ്സ് ഒരേ സോഴ്സാണ്, ഒരേ സോഴ്സാണ്. രണ്ട് ശരീരത്തിൽ നിന്ന് വരുന്നത് കണ്ടിട്ട് പറ്റിക്കപ്പെടണ്ട. അതുകൊണ്ടാണ് കംപ്ലീറ്റ് കൺവിക്ഷൻ വരുന്നത് കേൾക്കുമ്പോൾ. അത് ഗുരുവിന്റെയോ ശിഷ്യന്റെയോ ആൻസർ അല്ല, ആ മൂലവസ്തു ഹൃദയം ഒന്നാണ്. ആ ചൈതന്യത്തിനെ ബോധിപ്പിക്കാനായി പല മതങ്ങളിലും ഒരേ ഈശ്വരൻ, ഒരേ പരമേശ്വരൻ പല രൂപം ധരിച്ച് ഇരിക്കണം. ആ പരമേശ്വരനെ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കണ പോലെ ഉള്ളുന്ന് എടുക്കണം എന്ന് പറഞ്ഞു. എള്ളിലെണ്ണ പോലെ, പാലിൽ വെണ്ണ പോലെ, തിലേഷു തൈലം ദധിനീവ സർപ്പിഹി അരണീഷ്വിവാഗ്നി ഭൂതേഷു ഗൂഢ.
ശ്വേതാശ്വതര ഉപനിഷത്ത് പറയാണ്. എങ്ങനെയാ ശിവൻ ഇരിക്കണത്? തിലേഷു തൈലം ദധിനീവ സർപ്പിഹി അരണിഷ്വിവ അഗ്നിഹി ഭൂതേഷു ഗൂഢ. തിലത്തിൽ തൈലം, എള്ളിൽ എണ്ണ പോലെ, അരണിക്കോലിൽ അഗ്നി പോലെ, തൈരിൽ വെണ്ണ പോലെ, നെയ്യ് പോലെ, ഭൂതങ്ങളിൽ ഗൂഢമായിരിക്കുന്ന ആ ദേവനെ കടഞ്ഞെടുക്കുമെന്നാണ്. സ്വദേഹമരണിം കൃത്വ, ശരീരത്തിന് ഒരു അരണിയാക്കി ചെയ്ത്, പ്രണവം ച ഉത്തരാരണിം, പ്രണവത്തിനെ മറ്റൊരു അരണിക്കോലാക്കി വെച്ചും കൊണ്ട്, ധ്യാന നിർമ്മഥനാഭ്യാസാത്, ധ്യാനമെന്ന് പറയുന്ന കടക്കോല് നാട്ടി ധ്യാനമെന്ന് പറയുന്ന കടയലുകൊണ്ട് കടഞ്ഞെടുക്കുമെന്നാണ്. ദേവം പശ്യേത് നിഗൂഢവത്. ഋഷികൾ പലവിധത്തിൽ ചർച്ച ചെയ്തു, ചിന്തിച്ചു, വിചാരം ചെയ്തു പിടികിട്ടാതെ തേ ധ്യാനയോഗാനുഗത അപശ്യൻ ദേവാത്മശക്തിം സ്വഗുണൈർ നിഗൂഢാം. അങ്ങനെയാണ് ആ ശ്രുതി ആരംഭിക്കുന്നത്. അവസാനം വരെ കണ്ണുമൂടി ഉള്ളിൽ ആഴ്ന്നിറങ്ങിയത്രേ. എന്നിട്ട് ആ ദേവാത്മശക്തിയെ സത്വരജസ്തമോ ഗുണങ്ങളുടെ മറയ്ക്കുപുറകിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് അവർ കണ്ടു, സാക്ഷാത്കരിച്ചു. ആ ദേവാത്മശക്തിയാണ് ഇവിടെ വിധമായിട്ടുള്ള മതങ്ങളിൽ പല രൂപങ്ങളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ആ ദേവാത്മശക്തിയെ പക്ഷെ പുറമേക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, മറ്റ് ജീവനിലും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. തന്നിൽ തന്നെ മനമെനും കല്ലിൽ, ഉള്ളില് മനസ്സിനെ തന്നെ ഒരു കീഴ്മനം മേൽമനം എന്ന് അപ്പർസ്വാമി ദേവാലയം. കീഴുള്ള ഒരു മനസ്സ്, മേലുള്ള ഒരു മനസ്സ്, ഇത് രണ്ടും വെച്ചിട്ട് കീഴുള്ള മനസ്സ് ഭക്തനായിട്ട് നിൽക്കണു അത്രേ. എന്നിട്ട് മേലെയുള്ള മനസ്സ് സ്വാമിയായിട്ട് ഭഗവാനായിട്ട് നിൽക്കണം. എന്നിട്ട് ആ രണ്ടും മനസ്സിന്റെ മണ്ഡലത്തിൽ തന്നെ ഈ ദ്വൈതം കൽപ്പിക്കുകയാണ്. എന്നിട്ട് ഈ മേലെയുള്ള മനസ്സിന്റെ അടുത്ത് പരമേശ്വര സ്വരൂപത്തിനെ കൽപ്പിച്ച് ഈ ചുവട്ടിലുള്ള മനസ്സ് പ്രാർത്ഥിച്ച് ഭക്തി ചെയ്ത് കരഞ്ഞ് തന്നെ ഒക്കെ ആ ആദർശത്തിൽ തന്നെ അർപ്പണം ചെയ്ത് കടഞ്ഞെടുക്കുകയാണ് ശിവാനുഭവം എന്ന തേൻ എന്നാണ് പറയുന്നത്. മകരന്തം. അപ്പോ അതാണ് ഇവിടെ ഭഗവാൻ വേറൊരു വിധത്തിൽ പറഞ്ഞു, മണിക്കടൈന്തന മനമെനും കല്ലിൻ. മനസ്സ് കല്ല്. മാണിക്യവാചകർ ഒരു വാക്ക് പറയണു. നമ്മൾ ഒരാളെ പറഞ്ഞാൽ അവന്റെ മനസ്സ് കല്ലുപോലെയാണെന്ന് പറയും. അതാണ് ദൃഷ്ടാന്തം പറയാം. മാണിക്യവാചകർ പറഞ്ഞു, കല്ലൈ പിശൈന്ത് കനി ചെയ്താണ്. ആ ശിവനെ വഴിയിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, തിരുപ്പരന്തുറയ്ക്ക് പോകുന്ന വഴിയിൽ ആ ശിവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കല്ലൈ പിശൈന്ത്. ചിലതിനെയൊക്കെ നമ്മൾ പിഴിഞ്ഞ് ജ്യൂസാക്കും അല്ലേ, അതുപോലെ കല്ലിനെ അങ്ങനെ ചോറൊക്കെ നമ്മളിങ്ങനെ ആക്കിയിട്ട് നല്ലവണ്ണം കുഴയ്ക്കുന്ന പോലെ കല്ലൈ പിശൈന്ത് കനി ചെയ്താന്ന്, നല്ല കനിയാക്കി ചെയ്തു എന്നാണ്. നല്ല പഴം, മധുരമായ മാധുര്യമൂറുന്ന പഴമാക്കി ചെയ്തു എന്നാണ്. കല്ലൈ പിശൈന്ത് കനി ചെയ്താന്ന്. ഈ കല്ല് ആണല്ലോ അമ്പലത്തിൽ പൂജയ്ക്ക് എടുക്കണത്, വേറൊന്നും എടുക്കണില്ലല്ലോ. ഒരു കല്ലും ഉമ്മറപ്പടി, അമ്പലത്തിലുള്ള ഉമ്മറപ്പടിയും സംവാദം. ഞാൻ ഇവിടെ പറഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞു, ഇവിടെ പറഞ്ഞു. ഉമ്മറപ്പടി കല്ലിനോട് ചോദിക്കുകയാണ്. ദൃഷ്ടാന്തമായിട്ട് പറയുന്നുണ്ട് തിരുമൂലരുടെ. ഇതൊരു ഭാവനയായിട്ട് കവി പറയാണ്. ഈ ഉമ്മറപ്പടി, അമ്പലത്തിലുള്ള പടി, പൂജക്കാരൊക്കെ അമ്പലം പൂട്ടിയിട്ട് പോയപ്പോ ദേവനോട് പറയാണ്, ഒരു ദീർഘനിശ്വാസം വിട്ടു അത്രേ. അപ്പൊ ദേവൻ ചോദിച്ചു, എന്തു പറ്റി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിന്നെയും എന്നെയും ഒരേ മലയെന്നാണ് എടുത്തത്. എന്നെ ഉമ്മറപ്പടിയായിട്ട് നിശ്ചയിച്ചു, നിന്നെ മൂർത്തിയായിട്ട് നിശ്ചയിച്ചു, കൊത്തി അവിടെ വെച്ചു. നിനക്ക് അഭിഷേകം, പൂജ, ആരാധന, നമസ്കാരം, അർച്ചന, പാലഭിഷേകം, തൈരഭിഷേകം.
ഇളനീരഭിഷേകം, കുളിപ്പിക്കല്, ഭക്തി ചെയ്യൽ. ആളുകൾ എന്തൊക്കെയോ പറയണു, കാണുമ്പോഴേക്കും അവർക്ക് രോമാഞ്ചം ഉണ്ടാവണു, കരച്ചിൽ വരണു. എന്റെ മേലെ നിന്നിട്ടാണ് ഇത്രയും ചെയ്യണത്. അതുപോരാ, ഞാൻ എന്നെ ചവിട്ടി നിൽക്കണു പോട്ടെ. ഇന്നലെ ഒരു ചെക്കൻ വന്നിട്ട് പറയണു, ഞാൻ പടി ഇടിച്ചു എന്ന് പറയണു. ഞാൻ അവനെ പോയി മുട്ടിയതുപോലെയും അവന്റെ കാലെന്തോ മുറിച്ചതുപോലെയും അവൻ എന്നെ കുറ്റം പറയണു, അവൻ വന്ന് ഇടിച്ചിട്ടു. അപ്പൊ അമ്പലത്തിലുള്ള സ്വാമി പറഞ്ഞത്രയും എന്നെ അവര് വിഗ്രഹത്തിന് തെരഞ്ഞെടുത്തു. നമ്മൾ രണ്ടുപേരുടെയും കാര്യം ഒന്ന് തന്നെ. പക്ഷെ എന്നെ തെരഞ്ഞെടുത്ത് തന്നെ അങ്ങനെ പടിയായിട്ട് അവിടെ ഇട്ടു. എന്നെ എന്തു ചെയ്തു? കുത്തി കുത്തി ചൂട് വെച്ച് കൊടഞ്ഞെടുത്ത്. ഒന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല. അതുകൊണ്ടാണ് ആരാധിക്കുന്നത്. എല്ലാവിധത്തിലും അതിനെ കൊടഞ്ഞെടുത്ത് പിന്നെ അഭിഷേകം ചെയ്ത് പിന്നെ അതിൽ കുംഭാഭിഷേകം ചെയ്ത് ഈശ്വരനെ അതിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നു. നല്ല ദൃഷ്ടാന്തമാക്കല്ലേ. ഇവിടെ ഭഗവാൻ പറയണതും മനമെനും കല്ലിൻ മറുവറ കടയ. ആ കല്ലിനെ കടഞ്ഞെടുത്തു എന്നാണ്. കടഞ്ഞാൽ കല്ലിങ്ങനെ പ്രകാശിക്കുക. ഈ രത്നം ഒക്കെ തന്നെ ഒരു കല്ലാണ്. പക്ഷെ അത് ചെത്തി 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 വരുമ്പോ അതിങ്ങനെ ജ്വലിക്കുകയാണ്. അരുൾ ഒളി, ആത്മാവിന്റെ പ്രകാശം അതിലിങ്ങനെ കവിഞ്ഞു നിൽക്കണമെന്നാണ്. മേവും അതിങ്ങനെ നല്ലവണ്ണം പ്രകാശിക്കുന്നു. ആ കടഞ്ഞെടുത്ത ആ വെളിച്ചമുള്ളിലെ സ്വരൂപപ്രകാശം ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയണത് എന്താണ്, എന്റെ സ്വരൂപം എന്താണ്, ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും ഞാനല്ല. ഈ ഞാൻ എന്ന് പറയണത് എന്താണെന്ന് ആരാഞ്ഞു നോക്കി ആ ബോധത്തിനെ കണ്ട് അതിന്റെ സ്വരൂപം എന്താണെന്ന് തെളിഞ്ഞു കണ്ടു കഴിയുമ്പോ ആ വെളിച്ചം ഒന്ന് മനോമണ്ഡലത്തിലേക്ക് വ്യാപിച്ചാൽ പിന്നെ ഭഗവാൻ പറഞ്ഞത് സൂര്യ വെളിച്ചം കണ്ട് ഫോട്ടോ നെഗറ്റീവ് പോലെയാണെന്നാണ്. ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നിഴൽ പതിയുമോ? നിഴൽ മനസ്സാണ്. നിഴൽ മനസ്സാണ്. മനസ്സിന് ഇറ്റ് ലൂസസ് ദ പവർ ടു ബൈൻഡ് ദാറ്റ് സോൾ. ഈ മനസ്സെന്ന് പറയുന്ന നിഴൽ അത് ആത്മാവിന്റെ ഒരു വെറും ശക്തിയാണ്. അതാണ് അടുത്ത പാട്ടിൽ ഇനി ഭഗവാൻ പറയാൻ പോണത്. ഈ സ്വരൂപത്തിനെ സാക്ഷാത്തായിട്ട് ശിവത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ മനസ്സെന്ന് പറഞ്ഞ് ലോകത്തിൽ ഇന്ദ്രിയങ്ങൾ വഴിയായി പുറത്തുപോയി വിഷയങ്ങളെ ശേഖരിച്ചു കൊണ്ടുവന്ന് ഉള്ളിൽ പാചകം ചെയ്ത് ബന്ധമുണ്ടാക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, അതിന് ആ ശക്തി നഷ്ടപ്പെടും. ഇന്ദ്രിയങ്ങൾ വഴിയായി വിഷയങ്ങളെ കൊണ്ടുവന്ന് രാഗദ്വേഷങ്ങളുടെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഈ പാചകം ചെയ്യുന്ന പരിപാടി അത് നിർത്തും. അതാണ് അവിടെ വിൺമണി ഒളിപ്പട എന്നാണ്. ഈ സൂര്യനല്ല, ഹൃദയ ചിതാകാശത്തിലുള്ള സൂര്യന്റെ ഒളി അതിന്റെ മേലെ സ്പർശിച്ചു കഴിഞ്ഞാൽ നിഴൽ പതിയുമോ? എന്താ വാക്ക് ഭഗവാന്റെ? വിൺമണി ഒളിപ്പട നിഴൽ പതിയുമോ അരുണ നൽ ഒളിമലൈ ഉന്നിൻ മറുപൊരുൾ ഉണ്ടോ? ഹേ അരുണാചലം എന്ന ഒളിമലയെ, ജ്യോതിപ്രകാശമായ ജ്യോതിർമയമായ ഗിരിയെ, നിന്നിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിർത്തി. അടുത്ത പാട്ട് ഔണ്ടോ ആണ്. അന്താതി ഉണ്ടൊരു പൊരുൾ അറിയും ഒളിയുളമേ നീ ഉളതുനിൽ അലതിലാ அதிசய சக்தி நின்றணு நிழ நிறை நினைவறிவோடே நிகழ்வினை சுழலிலன் நினைவொளி ஆடி கண்டனன் நிழஜக விசித்திரம் உள்ளும் கண்முதற் பொறிவழி புறத்துமோர் சில்லால் நின்றிடும்
நிழல்பட நிகர் அருட்குன்றே நின்றிட சென்றிட நினைவிட வென்றே. അറിവൊളി ഉളമേ. ഇപ്പോ കഴിഞ്ഞ പാട്ടില് ഹൃദയത്തില് ആത്മാവിന്റെ അറിവിന്റെ പ്രകാശം ഹൃദയത്തിൽ സ്പർശിച്ചു. അതുകൊണ്ട് ആ ഹൃദയത്തിനെ തന്നെ സംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, അറിവൊളി ഉളമേ. ഉള്ളിൽ നിന്നിപ്പോ പുറത്തേക്ക് നോക്കുക, സോഴ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോ അറിവേ സ്വരൂപമായിട്ടുള്ള ആ ഹൃദയസ്ഥാനത്തിൽ, കേവല ചൈതന്യമാത്രമായ സ്വരൂപസ്ഥാനത്തിൽ നീ ഒരു പൊരുൾ ഉണ്ട്. അവിടെ അദ്വയമായി, സന്മാത്രമായി, ഏകമായി ഒരു വസ്തുവുണ്ട് ഹൃദയത്തില്. അവിടെ നിന്നും ഉനിൽ അലതിയില്ല, നിന്നിൽ നിന്ന് അന്യമല്ലാത്തതായ അതിശയശക്തി ഒன்று ഉള്ളത്. അതിൽ നിന്നും പുറപ്പെടുന്ന ഒരു അതിശയശക്തി, ഒരു അനിർവചനീയ ശക്തി. തുരിയാ കാപ്പി ശക്തി. സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമി പറഞ്ഞു, തുരീയത്തിൽ നിന്നും ഏതോ ഒരു ശക്തി പുറപ്പെടുന്നു എന്നാണ്. തുരിയാ കാപ്പി ശക്തി. ആ ചൈതന്യമണ്ഡലത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു സം മിസ്റ്റീരിയസ് വണ്ടർഫുൾ ഫോഴ്സ്, പവർ ഉളത് ഉനിൽ അലത് ഇലാ അതിശയ ശക്തി. നിன்று അറിവോടെ അതിൽ ആത്മാവിന്റെ ചിത് പ്രകാശത്തിന്റെ പ്രഭാവം മുഴുവൻ ആ ഫോഴ്സിന്റെ കയ്യിലുണ്ട്. ചിത് ശക്തി ചേതനാരൂപ. ഈ രണ്ട് ശക്തിയും ഒരു ജീവനിലുണ്ട്. പക്ഷെ പൊതുവെ ഈ ശക്തിയെ ആളുകൾ യോഗം കൊണ്ടല്ലാതെ കാണുകയേയില്ല. ഇപ്പൊ ഭഗവാൻ പറയണ ഈ പ്ലെയിനിലുള്ള ആ ഫോഴ്സിനെ ശൈവസിദ്ധാന്തത്തിനും അല്ലെങ്കിൽ ഈ ഒരു തമിഴ് വേദാന്ത സമ്പ്രദായത്തിൽ വളരെ വളരെ പ്രാമുഖ്യം കൊടുക്കുന്നതാണ് ഈ ശക്തിവിശേഷം, കൃപാസാക്ഷാത്കാരം എന്ന് പറയണം. അതിനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, യമേവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാമി. ആ ശക്തിവിശേഷത്തിനെ ഇവിടെ ഭഗവാൻ, അതിനെ ശ്രുതിയുടെ ഭാഷയിൽ പ്രാണൻ എന്ന് പറയാം. ആ ശക്തിയെ ഇവിടെ ഭഗവാൻ പറയണു, ഒരു അതിശയമായ, അദ്ഭുതമായ, അനിർവചനീയമായ ഒരു ശക്തി ശിവന്റെ മുഴുവനും പ്രഭാവത്തിനെ തന്റെ കയ്യിലെടുത്തുകൊണ്ട് ആ സോഴ്സിൽ നിൽക്കണം. അതിനെ ഒരു പ്രത്യേകം ദേവി അങ്ങനെയൊക്കെ സങ്കല്പിക്കുമെന്ന് വേണ്ട, ആത്മാവിന്റെ ശക്തി. പിന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ പറന്നുപോയി കളയും. അതൊരു സംസ്കാരം, ഒരു ഹൃദയഗ്രന്ഥിയായിട്ട് മാറും മനുഷ്യൻ. അതൊരു ബന്ധമായിട്ട് മാറും. എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അതൊരു ബന്ധമായിട്ട് മാറിയിട്ട് ആളുകൾ അതിന്റെ വാദികളായിട്ട് നിൽക്കും. അതാ അതിന്റെ വാദികളായിട്ട് നിന്നുകളെ എല്ലായിടത്തും എവിടെ വേണമെങ്കിൽ നിൽക്കാം. കൈലാസ് യാത്ര 10 പ്രാവശ്യം പോയി അവസാനം 10ാമത്തെ പ്രാവശ്യം ഇത്ര മെനക്കെട്ട് പോയി കൈലാസിൽ ഒരു കടയിട്ടിട്ടിരിക്കാം. അതുപോലെ ഈ ശക്തിയെ ഭഗവാൻ പറയണത്, വേണമെങ്കിൽ അത് നിനക്ക് പിടിച്ച് നിന്നെ കൊണ്ടുപോയി മൂലത്തിൽ ശിവശക്തിഐക്യരൂപിണ്യേ നമഃ. അതാണ് ലളിതാ പരമേശ്വരി ദേവി, ശിവശക്തി ഐക്യരൂപിണി. ഈ ജീവനെ ശിവന്റെ അടുത്ത് ഐക്യം ചെയ്യുന്ന ഒരു ഫോഴ്സ്. ആ ശക്തിയുടെ സ്ട്രീം, അതിന്റെ ഉള്ളിൽ ഭഗവാൻ ആത്മവിചാര ഭാഷയിൽ അതിന് വെറുതെ ആ ധാര എന്ന് പറയും. കുഞ്ചുസ്വാമിയൊക്കെ പറയും ഭഗവാന്റെ സന്നിധിയിലുള്ള ധാര എന്ന് പറയും. ധാര അങ്ങനെ കറണ്ട്, ഇംഗ്ലീഷിൽ ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഐ കറണ്ട്. ഐ കറണ്ട്,
ഞാൻ എന്ന് പറയുന്ന ആ ധാര. ആ ധാര അതാണ് അത്ര ഈ വൈഷ്ണവര് രാധ എന്ന് പറയണത്. ധാര തിരിച്ചിട്ട രാധായി. അത് ആണും പെണ്ണും ഒക്കെ കൂടെ ആവുമ്പോ കഥയെ മാറിപ്പോയി കളയും. ഈശ്വരന്റെ ശക്തിവിശേഷം நின்று அறிவோடே அணு நிழൽ നിறை നിனைവ്. കുറച്ചുകൂടെ ആ ചിത്പ്രകാശമണ്ഡലത്തിൽ നിന്നും ബഹിർഗമിക്കുമ്പോ അമ്പലത്തിൽ ശ്രീകോവിലിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ കുറെ ഭക്തന്മാരുണ്ടാവും. ഇനിയും പുറത്തു വന്നു കഴിഞ്ഞാൽ കടകള്, സാധനങ്ങള് വിൽക്കാനുള്ളവര്, തിരക്ക് ഒക്കെ ഉണ്ടാവില്ലേ? അതുപോലെ ഭഗവാൻ പറയാ ആ സെന്ററിന്ന് പുറത്തു വന്നതും അണു നിഴൽ നിறை நினைவு நிகழ்வினை சுழலில் ஓர் சில் ஆள் நின்றிடும் நிழல் பட நிகர் അന്നിനൈവ് ഒളി ആടി. ഒരു ദീപമുണ്ട്. ആ ദീപത്തിന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഫിലിംസ് ഇങ്ങനെ പോകണു. ആ ഫിലിമിന്റെ ഉള്ളിൽ കൂടെ ആ ദീപത്തിനെ കണ്ട ദീപം ഇങ്ങനെ ആടുക. നാളം ആ ഫ്ലെയിം ഇങ്ങനെ ആടുകയാണ് അല്ലേ? അതുപോലെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിന്റെ ജ്യോതിയുടെ മുമ്പില് കുറച്ച് ഹൃദയസ്ഥാനം വിട്ട് ഈ ശ്രദ്ധാശക്തി പുറമേക്ക് അങ്ങനെ സ്കലിക്കുമ്പോ ആദ്യമായിട്ട് എന്തായി? അണു പോലെ അതീവ സൂക്ഷ്മമായ നിഴൽക്കൂട്ടം പോലെ ഉള്ള ചിത്തവൃത്തികൾ കാണപ്പെടുന്നു. വാസനകൾ അതൊക്കെ തന്നെ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാനുള്ള നെഗറ്റീവ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനി ടൈം ഇറ്റ് ക്യാൻ ബിക്കം നോട്ട് ഓൺലി ഫോട്ടോ ബട്ട് സ്ഥൂലമായിട്ട് വരും, 3 ഡയമെൻഷനിൽ വരും, 4 ഡയമെൻഷനിൽ തൊടാം, അതുപോലെ വരും. അറിയില്ല. അതൊക്കെ അകമയ്ക്ക് നിഴൽ പോലെ ഇരിക്കണു. എത്രയോ ജന്മജന്മങ്ങൾക്ക് കാരണമായിട്ട് അകത്ത് കിടക്കുന്ന അതീവ സൂക്ഷ്മമായ അണു നിഴൽ നിறை നിனைവ്. അണു പോലെ നിഴൽ പോലെ ഉള്ള ചിത്തവൃത്തികൾ. അല്പം കൂടെ അതിനെ ശ്രദ്ധിച്ചാൽ കാണാം അതിന്റെ പുറകിലൊരു വിർലിംഗ് ഫോഴ്സ്. അതിനെ മുഴുവൻ കയ്യിൽ വെച്ചുകൊണ്ട് ഇതിനെയൊക്കെ അനുഭവിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ശക്തി അതിനെ എടുത്തും കൊണ്ട് ചുഴന്നുകൊണ്ടിരിക്കണു. അതിനെയാണ് ഭഗവാൻ പറഞ്ഞത് നികഴ്വിനൈ ചുഴലിൽ, വേൾപൂൾ ഓഫ് പ്രാരബ്ധം. നികഴ്വിനൈ എന്നുവെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന, വിനയ് എന്ന് പറഞ്ഞാൽ കർമ്മം. ആ കർമ്മത്തിന്റെ വീഴ്പൂൾ, ആ പ്രാരബ്ധ കർമ്മം. അതാണ് ഭഗവാൻ അക്ഷരമണമാലയിൽ ഇത് വെച്ചുകൊണ്ട് നോക്കണം. ഭഗവാൻ പറഞ്ഞ ശയ്യനെ തള്ളിയത് ശൈവിനെ ചുടും എന്നാണ്. ആ സെന്ററിൽ നിന്ന് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് വെളിയിൽ വന്നാൽ ഈ ശൈവിനെന്ന് ഇവിടെ ഭഗവാൻ പറയണു, ചെയ്തു കഴിഞ്ഞ കർമ്മത്തിന്റെ ഇഫക്റ്റ് ഉണ്ടല്ലോ ചുടാനായിട്ട് റെഡിയായിട്ട് പൊള്ളിക്കും എന്നാണ്. അങ്ങനെ ഇറ്റ് വിൽസ് അറൗണ്ട്. ഈ ജീവനെ പിടിച്ചുകൊണ്ടു പോവാനായിട്ട് ആ ശക്തിവിശേഷം ഇങ്ങനെ ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒരു ഭൂതക്കണ്ണാടിയിൽ കാണപ്പെടുന്ന വിളക്ക് അതിലെന്തെങ്കിലും കളങ്കം കൊണ്ട് ആടപ്പെടുന്നത് പോലെ ഒരു ചില്ലാൽ നിன்றிடும் നിഴൽപട നികർ അന്നിനൈവ് ഒളി ആടി ഉള്ളും. അത് കഴിഞ്ഞ് അടുത്ത പടി കൺമുതർ പൊറിവഴി പുറത്തും. ഇങ്ങനെ സെന്ററിന്ന് വന്നു പ്രാരബ്ധത്തിന്റെ ചുഴൽ, അതായത് ആദിയിൽ ചെറുതായിട്ടുള്ള മൂവ്മെന്റ് കണ്ടു. പിന്നെ ഭാവനാമണ്ഡലത്തിൽ, മനോമണ്ഡലത്തിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളതൊക്കെ നമ്മളുടെ ഉള്ളില് തോന്നലായിട്ട് കാണും. ഇനി ചെയ്യാം, ഇന്ന് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതറിയുമ്പോഴെങ്കിലുമൊക്കെ നിദാന വിത്ത്. ആയുർവേദത്തില് എന്താ, രോഗത്തിന് പ്രിവെൻഷൻ ഈസ് ദ ഓൺലി ക്യൂറാണ്. വന്നു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുമല്ലോ.
അപ്പൊ അത് വരുന്നതിന് മുമ്പ് മരുന്ന് കഴിക്കാന്ന്. സൂക്കേടിന് മരുന്ന് കഴിച്ചേക്കുക, ചികിത്സിക്കുക. മനസ്സിലെ ഭാവമണ്ഡലത്തിൽ പലതും വരുമ്പോ തന്നെ ചികിത്സിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഉള്ളിൽ വന്നു, പിന്നെ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ വഴി പുറത്തേക്ക് ചാടി. പുറത്തു വന്നിട്ട് നിഴൽ ജഗ വിചിത്തിരം കണ്ടന്. ഒരു സിനിമ പോലെ, നിഴൽ ജഗ എന്ന് പറഞ്ഞ സിനിമയാണ് ഇവിടെ, നിഴൽ പടം, ഫിലിം കാണപ്പെടുന്ന പോലെ ഇന്ദ്രിയങ്ങൾ വഴി പുറത്ത് വന്ന് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രോസ് ആയിട്ട് പുറമേക്ക് മാനിഫെസ്റ്റായി ഉലക ചിത്തിരങ്ങൾ, ഈ പ്രപഞ്ചമാകുന്ന ചിത്രങ്ങൾ കാണപ്പെടുന്നു. അരുൾകുன்றേ, കൃപാമയമായ ഹേ മലയെ, നിன்றிட சென்றிட நினைவிட இன்றே. ഭഗവാൻ പറയണത്, തത്വമറിഞ്ഞ ആൾക്ക്, സത്യമറിഞ്ഞ ആൾക്ക്, ആത്മാവിൽ നിന്ന് അന്യമായ ഒരു പൊരുളില്ലെന്നറിഞ്ഞ ആൾക്ക്, ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന എന്ന് തത്വനിശ്ചയം വന്ന് ജ്ഞാനിക്ക് നിன்றிட, ഈ ജഗത്ത് നിൽക്കട്ടെ, சென்றிட, ഈ ജഗത്ത് മറഞ്ഞു പോകട്ടെ, നിனைവിட ഇன்றേ. ഹേ അരുണാചല, നീ അല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ. നിഴലുണ്ടാവട്ടെ, ജഗത്തുണ്ടാവട്ടെ, പ്രപഞ്ചമുണ്ടാവട്ടെ, എന്തൊക്കെ തന്നെ മാനിഫെസ്റ്റ് ആവട്ടെ, മാനിഫെസ്റ്റേഷനും അൺമാനിഫെസ്റ്റും ഒക്കെ അരുണാചലേശ്വര നീയല്ലാതെ, ഹേ ആത്മസ്വരൂപിയായ ഭഗവാനെ, നീയല്ലാതെ വേറെ ഒന്നും അന്യമായിട്ട്, ആത്മാവിൽ നിന്ന് അന്യമായി ഒരു പദാർത്ഥമില്ലെന്നുള്ള തത്വനിശ്ചയമാകുന്ന ജ്ഞാനത്തിന്റെ ആ വലിയ പെരുവെള്ളം, ആ ജ്ഞാനപ്പെരുവെള്ളം ഈ വികൽപ്പത്തിനെ മുഴുവനും ഇല്ലാതാക്കി ശിവാനുഭവത്തിനെ തരും. അതാണ് അവസാനമായിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, ഹേ അരുൾകുன்றേ എന്ന്. കുന്നെന്ന് വെച്ചാൽ അരുൾ കുമിഞ്ഞു കിടക്കുന്ന, കുമിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് കുന്ന് എന്ന് പേര്. ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അരുൾ കൃപ നിറഞ്ഞു കിടക്കുന്ന ഹേ അരുണാചല, ഇത് നിൽക്കട്ടെ, പോകട്ടെ, ജഗത്ത് കാണട്ടെ, കാണാതിരിക്കട്ടെ, പ്രാരബ്ധം ഉണ്ടാവട്ടെ, എന്ത് വേണമെങ്കിൽ വരട്ടെ, നിனைവിட ഇன்றേ, ആത്മാവിനെ അല്ലാതെ, ആത്മാവല്ലാതെ, ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവും ഇവിടെ ഇല്ല. സകലതും ആത്മസ്വരൂപം തന്നെ. കാണുന്നതൊക്കെ ആത്മസ്വരൂപം തന്നെ, ചിന്തിക്കുന്നതൊക്കെ ആത്മസ്വരൂപം തന്നെ, സങ്കല്പിക്കുന്നതൊക്കെ ആത്മസ്വരൂപം തന്നെ. ജാഗ്രത ആത്മാ തന്നെ, സ്വപ്നം ആത്മാ തന്നെ, സുഷുപ്തി ആത്മാ തന്നെ. കാണുന്നവൻ, കാണപ്പെടുന്നത്, കാക്ഷ, ഈ ത്രിപുടിയും ആത്മാവ് തന്നെ. വരുന്ന ചിത്തവൃത്തികളൊക്കെ ആത്മസ്വരൂപം തന്നെ. സത്വഗുണവും ആത്മാ തന്നെ, രജോ ഗുണവും ആത്മസ്വരൂപം തന്നെ, തമോ ഗുണവും ആത്മസ്വരൂപം തന്നെ. ഇങ്ങനെ സുഖം ദുഃഖം എന്നുള്ള ദ്വന്ദ്വങ്ങളൊക്കെ ആത്മസ്വരൂപം തന്നെ. സുഖമായിട്ട് തോന്നുന്നതും ആത്മാ തന്നെ, ദുഃഖമായിട്ട് തോന്നുന്നതും ആത്മാ തന്നെ. ആരോഗ്യമായിട്ട് ഇരിക്കുന്നതും ആത്മാ തന്നെ, വ്യാധിയായിട്ട് തോന്നണതും ആത്മസ്വരൂപം തന്നെ, വേദനയും ആത്മാവ് തന്നെ. നന്മയും ആത്മാ തന്നെ, തിന്മയും ആത്മാ തന്നെ. ഇങ്ങനെ എല്ലാ ദ്വന്ദ്വങ്ങളെയും ഈ അദ്വൈത ജ്ഞാനമാകുന്ന ആ ചിന്താമണി കൊണ്ട് തൊട്ട് 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 യോഗി നിറയ്ക്കണം. ആ തൊട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. വിട്ടുപോയത് തൊട്ട് നിറയ്ക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. തമിഴിലൊരു ചൊല്ലുണ്ട്, വിട്ട കുறை തൊട്ട കുറയും ചൊല്ലുവാണ്. തപ്പ്. ശരിயான தமிழ் வார்த்தை விட்ட குறை தொட்டு நிறை. அது பேசி பேசி தொட்ட குறை தொட்ட குறைங்கிறோம். தொட்ட குறை இல்லை, இது விட்ட குறை தொட்டு நிறை. போன ஜென்மாவில் விட்டு போச்சு, இந்த ஜென்மாவில் தொட்டு நிறைச்சோம். எப்படி தொடர்றது? ஆத்ம ஞானத்தினால, அத்வைத ஞானத்தினால. எல்லாம்
അദ്വൈതാത്മസ്വരൂപജ്ഞാനം കൊണ്ട് സകലതും ഭഗവാനാണ്, ഈശ്വരനാണെന്നുള്ള ജ്ഞാനം കൊണ്ട് രാഗദ്വേഷങ്ങളൊക്കെ എടുത്ത് ഇനിയൊന്നും നിனைவிட ഇன்றേ, അരുണാചല നീ അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നറിഞ്ഞാൽ പിന്നെ മരണവും വരെയാറ് അല്ലേ? മരണം ആരാ? മരണം ഭഗവാൻ തന്നെ. ജനനവും ഭഗവാൻ തന്നെ, മരണവും ഭഗവാൻ തന്നെ. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ബാക്കി നിൽക്കാൻ പോണു? അപ്പോഴും ആ ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള അറിവ് ശാന്തിയെ, ആനന്ദത്തിനെ, നിറവിനെ തരും. ഈ മരുന്നെടുത്ത് ഉള്ളില് ടോണിക് കഴിക്കണ പോലെ കഴിച്ച് സമ്പുഷ്ടമാക്കണം. അതിനിത്തിരി കാലം വേണം. അതിനാണ് ഭഗവാൻ ഈ പാട്ടില് പറഞ്ഞ് മനസ്സില് ഒരു വശത്ത് നമ്മൾ എടുത്തു വെച്ച് വേറൊരു വശത്ത് മനസ്സിനെ ഇത് പഠിപ്പിച്ച് കടയുക. മനം മനമെനും കല്ലിൽ, മനസ്സ് മനസ്സാകുന്ന കല്ലുകൊണ്ട് ചേർത്ത് വെച്ച് കടഞ്ഞെടുത്ത് പ്രകാശിക്കണം എന്നാണ്. അരുളൊളി ഉള്ളിൽ നിന്നും അഗ്നി വരണ പോലെ കടക്കോലുകൊണ്ട് കടഞ്ഞെടുത്ത് അഗ്നി എടുക്കുന്ന പോലെ ഈ ചൈതന്യത്തിനെ, സ്വാനുഭവത്തിനെ, ആത്മാനുഭവത്തിനെ ഉള്ളിൽ നിന്നും കടഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അചിന്ത്യ മഹിമയോടുകൂടിയ ആ ശക്തിയെ മായ എന്ന് വിളിക്കുന്നു. നമ്മളുടെ അകത്ത് അതിനെ മനസ്സെന്ന് വിളിക്കുന്നു. ലോകത്തില് പുറമേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതിനെ മനസ്സെന്നും, ആത്മജ്ഞാനത്തിന് കാരണമാകുമ്പോൾ അതിനെ ആത്മാവിന്റെ തന്നെ കൃപാശക്തി എന്നും വിളിക്കുന്നു. ആ കൃപാശക്തിയും ആത്മാവിൽ നിന്ന് ഭിന്നമല്ല. അതുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞു, നിனைவிட ഇன்றേ, ഈശ്വരനെ അല്ലാതെ, ആത്മാവിനെ അല്ലാതെ വേറെ ഒന്നും അവിടെ ഇன்று ഇല്ല. ഇത്രയും പറഞ്ഞ് അരുണാചല അഷ്ടകം 7ാമത്തെ പാട്ടിലേക്കാണ് നമ്മളിപ്പോ പ്രവേശിക്കുന്നത്. ആദ്യത്തെ 3 പാട്ടില് മഹർഷി അരുണാചലത്തിലേക്ക് വന്നതും അരുണാചലത്തിനെ കണ്ടതും ഈശ്വരന്റെ ദീക്ഷയൊക്കെ പറഞ്ഞു. ജ്ഞാനദീക്ഷ. അത് കഴിഞ്ഞ് 5ാമത്തെ പാട്ടില് 4ാമത്തെ പാട്ടില് ആത്മസ്വരൂപത്തിനെ പറഞ്ഞു. 5ാമത്തെ പാട്ടില് അത് കടഞ്ഞെടുക്കണം, ഉള്ളില് മഥനം ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. ഒരു മണിയെ ചാണക്കല്ലിൽ വെച്ച് തേച്ചെടുക്കണ പോലെ ഉള്ളില് മനസ്സ് ആത്മവിചാരം ചെയ്ത്, സ്വരൂപവിചാരം ചെയ്ത്, നിധിധ്യാസനം ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്തർമുഖമായി യത്നിക്കുമ്പോൾ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ഈ അതിശയ ശക്തി, ആത്മാവിൽ നിന്ന് ഭിന്നമല്ലാത്തതായി ഈ ശക്തിവിശേഷത്തിനെ, ധാരയെ ഉള്ളിൽ കാണുന്നത്. അതിന്റെ ഏറ്റവും സൂക്ഷ്മരൂപമാണ്, ആ ശക്തിയുടെ ഏറ്റവും സൂക്ഷ്മരൂപമാണ് നമ്മളിലെ ഞാൻ എന്ന് പറയുന്ന വൃത്തിരൂപത്തിൽ ഉദിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ ചുരുക്കി 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 കൊണ്ടുവന്ന് ആത്മവിചാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ജഗത്തായിട്ട് വിരിഞ്ഞു കാണുന്നു. അകമേക്ക് നോക്കുമ്പോൾ അതിന് മുഴുവൻ സൂക്ഷ്മരൂപത്തിൽ നിഴല് പോലെ ചിത്തവൃത്തികളായിട്ട് കാണുന്നു. ആ ചിത്തവൃത്തികൾക്കും പുറകില് അനിർവചനീയ ഒരു ശക്തിവിശേഷം കാണുന്നു. ആ ശക്തിവിശേഷം ഒക്കെ തന്നെ
പുറത്തേക്ക് അങ്ങനെ തെറിച്ചു വരണത് ആദ്യത്തെ എന്താണ് സ്ഫുലിംഗം, തീപ്പൊരി, ഈ അഹമാണ്. ഞാൻ എന്ന് പറഞ്ഞ് വൃത്തി തെറിച്ചു കഴിയുമ്പോഴാണ് ബാക്കി വൃത്തികളൊക്കെ തെറിച്ചു വരുന്നത്. അപ്പോ തിരിച്ച് ആ അഹംവൃത്തിയിലേക്ക് പോണതാണ് അടുത്ത പാട്ട്. ഇன்றഹം എനും நினைவெனில் பிற ஒன்றும் இன்றது வரை பிற நினைவெழில் ஆர்க்கேர் கொன்றகம் உதிதலம் எதுவென உள்ளாழ்ந்து உளத்தவி சுரினொரு குடைநிழற்கோவே. இன்றகம் புறம் இருவினை இரல் ஜன்மம் இன்பு துன்பிருளொளி எனும் கனவிதய அன்றகம் அச்சலமா நடமிடும் அருணமலை எனும் எலை அரும் அருள் ஒளிக்கடலே. ഇത് തമിഴ് നല്ലവണ്ണം അറിയണവർക്ക് പോലും ഇപ്പൊ വായിച്ച ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിരിക്കാം. അഹം എനും നിனைவு ഇன்று എനിൽ, ഞാൻ എന്നുള്ള ആ വൃത്തി, തിങ്കിങ്, ഐ തോട്ട്, അത് ഉദിക്കാതെ ഇരിക്കുകയാണെങ്കിൽ, நான் உதியாது உள்ள நிலை, ആ സ്ഥിതി, പിറ ഒன்றுം ഇன்று, വേറെ ഒരു വിചാരവും ഒരു വൃത്തിയും പിന്നെ വരില്ല. എല്ലാ വൃത്തിയും അവസാനം ഈ അഹംവൃത്തി മാത്രമായിട്ട് നിൽക്കും. ഉറങ്ങുമ്പോ സുഷുപ്തിയിലെ എല്ലാം പോയി അടങ്ങും. ജാഗ്രതത്തിൽ ആത്മവിചാരം ചെയ്യുമ്പോൾ ഈ അഹംവൃത്തി എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് ആരായുമ്പോൾ ഹൃദയത്തില് അത് ചെന്ന് മറയുന്നു. അത് മറയുമ്പോൾ ബാക്കി എല്ലാ വൃത്തികളും കോൺഷ്യസ്ലി ദേ ഗോ ഡൗൺ, ഡിസപ്പിയർ. അഹംവൃത്തി ഉദിക്കുമ്പോൾ എല്ലാ വൃത്തിയും ഉദിക്കും. അഹം എനും நினைவு ഇன்று എനിൽ പിറ ഒன்றுം ഇன்று, അതുവരെ ആ അഹംവൃത്തി ഉദിക്കാത്ത സ്ഥിതി വരുന്നവരെ, കേവല ചിന്മാത്രമായ ചുമ്മാ ഇരുപ്പ് വരുന്നവരെ, ഭഗവാന്റെ ഉപദേശം അതാണ്. ഭഗവാന്റെ അറ്റൻഡന്റ് ആയിരുന്ന ടി പി രാമചന്ദ്രയ്യ, അദ്ദേഹം അവസാനം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് തനിയെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ അടുത്ത് ചോദിക്കും, ഭഗവാൻ ഏതാവത് ഉപദേശം பண்ணுங்க ഭഗവാൻ, நான் കരയേറதுக்கு ഏതാവത് ഉപദേശം. അതെ, അവരൊക്കെ ഭഗവാന്റെ അറ്റൻഡൻസ് ആയതുകൊണ്ട് ചില സമയത്ത് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. ഭഗവാൻ എനിക്ക് ഏതെങ്കിലും വഴി കാണിച്ചു തരുമോ? ചുമ്മാ ഇരുപോയി. ഒരു ദിവസം പുസ്തകമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഷെൽഫിൽ. അപ്പൊ കാഷ്വലായിട്ട് ഇങ്ങനെ പുസ്തകമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട്, വക്കീലായിട്ടിരുന്ന ആളാണ്. അപ്പൊ പുസ്തകമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ട്, ഭഗവാൻ എനിക്ക് ഏതാവത് വഴി ചൊല്ലുമ്പോ, ഭഗവാൻ ഏതാവത് ഉപദേശം, ചുമ്മാ ഇരുപോയി. വയസ്സുകാലത്ത് അദ്ദേഹം പറഞ്ഞു, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പറഞ്ഞു, മഹാമടയൻ ഞാൻ ആ പുസ്തകം എടുക്കണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. ഈ പണിയൊന്നും ചെയ്യരുത് എന്നാണ് ഭഗവാൻ പറയണത്. ഈ ഷെൽഫിൽ പുസ്തകം എടുക്കണതൊന്നും ചെയ്യരുത്, മിണ്ടാതിരിക്കൂ, വേണ്ടാത്ത പണിയൊന്നും ചെയ്യണ്ടെന്ന് പറയണമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെയും മറ്റൊരു ദിവസം ചോദിച്ചു, അങ്ങ് ഉക്കാർ ചുമ്മായിരുന്നു എന്ന് പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചു പറഞ്ഞത് ചുമ്മായിരുന്നു. അപ്പോഴും മനസ്സിലായില്ല. കേവല അദ്വൈതം എന്ന് പറയുന്നത്, ശുദ്ധമായ അദ്വൈതജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം മാത്രമാണ്. അനുഭവം, കേവല അനുഭവമാണ് അതിന്റെ സ്വരൂപം.
പ്രാക്ടിക്കലായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അത് ഉപദേശിക്കാൻ പറ്റില്ല. ചെയ്യുക എന്നുള്ള ഭ്രമമുള്ളവരേക്കും ഈ ജ്ഞാനം പ്രകാശിക്കില്ല. ഞാനിങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ ചോദിക്കുമ്പോൾ തന്നെ அகம் உதிதலம் எது என ஒன்று உள் ஆழ்ந்து, ഞാനെന്ന് ഉദിച്ച അപ്പൊ തന്നെ ഉദിതലം യതുവെന ഉൾ ആഴ്ന്ന്. ഈ ഞാനെന്ന് പറയുന്നത് എവിടെ ഉദിക്കുന്നു, അത് ഉദിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഹൃദയത്തിൽ ആഴ്ന്നു നോക്കൂ. അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യാതെ ആത്മജ്ഞാനം ഉണ്ടാവില്ല. അതാണ് ഭഗവാന്റെ സാഠ്യം, സത്യം. ഞാൻ ഉദിയാത് ഉള്ള നിலை, നാം അതുവായി ഉള്ള നിலை. ആദ്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാൻ ഉദിക്കാതെ ഉള്ള കേവലമായ ഇരുപ്പ്, നിലനിൽപ്പ്, അസ്തിത്വം, അതാണ് ആത്മാവായിട്ടിരിക്കുക എന്ന് പറയുന്നത്. நான் உதிக்கும் ஸ்தானமதை நாடாமல் நான் உதியா തന്നിഴപ്പൈ ശാർവതി യവൻ. ഞാൻ ഉദിക്കുന്നത് എവിടെ, അതിനൊരു പർട്ടിക്കുലർ സ്പോട്ടിൽ എവിടുന്നോ അത് ഉദിക്കുന്നു. ആ സ്പോട്ടിലേക്ക് അന്വേഷിച്ച് ഹൃദയത്തിൽ മുങ്ങി ചകഞ്ഞു നോക്കാതെ ആ തന്നിലെ ആത്മാവായി കേവലമായ ഇരുപ്പ് മാത്രമായിട്ടുള്ള അനുഭവസ്ഥിതിയിലേക്ക് ആർക്ക് പോകാൻ പറ്റും? വാതിൽ തുറക്കില്ല, ഉള്ളിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഉള്ളിൽ വരണോ, വാതിൽ തുറന്നു വരണം. ഞാൻ, നീ, അവൻ എന്നുള്ള വ്യവഹാരത്തിന്റെ മൂലമാണ് ഈ അഹംവൃത്തി. ഈ വ്യവഹാരം ആണ് സംസാരം എന്ന് പറയുന്നത്. ഈ വ്യവഹാരത്തിനെ ആരാഞ്ഞ് അതിന്റെ കള്ളം അറിയാതെ എങ്ങനെ സ്വതന്ത്രമാവും? ഷാറാമൽ താൻ അതുവാം അന്നിലൈ നിൽപ്പതെവൻ സാറ്റ്. അങ്ങനെ ആ അഹമുദിക്കാത്ത സ്ഥിതിയിൽ ഇരിക്കാതെ എങ്ങനെ ആ നിലയിലിരിക്കാൻ പറ്റും? അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ടോ, നാമം ജപിച്ചിട്ടോ, ഭക്തി ചെയ്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആ പ്രസാദം ഉണ്ടായാൽ ആത്മവിചാരം ഉള്ളില് ഉദിക്കും. ആത്മവിചാരം ചെയ്യാതെ സാക്ഷാത്കാരം എന്നുള്ളത് ഇല്ല. തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കാതെ, വിചാരം ചെയ്ത് നോക്കാതെ ആത്മാനുഭവം സാധ്യമല്ലെന്നുള്ളത് കൊണ്ട് അവസാനം ഭഗവാൻ ചുറ്റി അവിടെ തന്നെ. ആദ്യം അരുണാചലേശ്വരൻ പറഞ്ഞു, കണ്ടവൻ യവനെന്ന കരുത്തിനുള്ളാട്. ഇപ്പോ ഭഗവാനെ അറിയാം. ഭഗവാന്റെ ലൈഫിൽ നടന്ന പോലെ ഗുരുസന്നിധിയിൽ പോയി ആളില്ലാതായി എന്ന് പറഞ്ഞാൽ ഈസി. ഭഗവാന്റെ പാർശ്വതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. കനകമ്മ എൻ്റെ അടുത്ത് പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അല്ലെ, 4 വർഷം അവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദ്യമോ സംസാരിച്ചിട്ടേ ഇല്ല നേരിട്ട്. ആശ്രമത്തിനുള്ളിൽ പോവും, ആള് കാലി. വെളിയിൽ വരുമ്പോ ശരി. സന്നിധിയിൽ പോയ ആളൊന്നുമില്ല. இன்று அகம் எனும் நினைவு எனில் பிற ஒன்றும் இன்றது.
அகம் எனும் நினைவு இன்று எனில் பிற ஒன்றும் இன்று. അതുവരെ പിற നിனைവ് എഴിൽ. അതുവരേക്കും ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വാസ്തവം എന്ന വണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കണം. എവറി തോട്ട് ഈസ് ഇമ്പോർട്ടന്റ്, വന്നുകൊണ്ടിരിക്കണം. അപ്പോ ഈ ചിത്തവൃത്തികൾ ആർക്ക് ഏർക്ക് ഈ ചിത്തവൃത്തി ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഏർക്ക് എന്ന് പറഞ്ഞാൽ തമിഴിൽ എനിക്കെന്നർത്ഥം. ഇങ്ങനെയുള്ള തമിഴൊന്നും നമ്മൾ കേൾക്കില്ല. ആർക്ക് ഏർക്ക് എനിക്ക്. അഹം ഉദിതലം യതിയന, ഈ ഞാൻ എനിക്ക് എന്ന് തോന്നുന്ന ആ സ്പന്ദനം, ആ തുടിപ്പ്, അതിനെ കണ്ണടച്ച് ഉള്ളില് ശ്രദ്ധ കൊണ്ട് കാണും, ശ്രദ്ധിക്കും. കേവലം ചുമ്മാ ഇരിക്കുമ്പോ കാണാം ഉള്ളില് നമ്മൾ തന്നെ ജനിക്കുന്നതും മരിക്കുന്നതും കണ്ടുകൊണ്ടേയിരിക്കാം. ആക്ച്വലി അത് മാത്രമാണ് ജനനം മരണം. ഫിസിക്കൽ ബോഡിയുടെ ജനനം ആരുടെയോ ജനനാണ്. എത്രയോ വേംസ്, വൈറസ്, ബാക്ടീരിയാസിന്റെ ജനനാണത്. നമ്മളുടെ ജനനമൊന്നുമല്ല. അത് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം അനുസ്യൂതം. എത്രയോ സെൽസിന്റെ ജനനാണ്, നമ്മളുടെ ജനനമൊന്നുമല്ല. നമ്മളുടെ ജനനം കാണണോ? നമുക്ക് കാണാം. ഉള്ളിൽ കണ്ണടച്ചിരുന്ന നാമദേവൻ പറയുന്നുണ്ട്, എന്റെ ഗർഭത്തിൽ ഞാൻ ജനിക്കുന്നതും ഞാൻ മരിക്കുന്നതും ഞാൻ കണ്ടു എന്ന്. ഭഗവാന്റെ ഡെത്ത് എക്സ്പീരിയൻസ് ആ ഒരു മൊമെന്റ് അല്ല. ആത്മവിചാരം ചെയ്യണവരൊക്കെ ആ മരണാനുഭവത്തിനെ കാണും. ഉള്ളില് അഹം ഉദിക്കുന്നതും അഹം മരണം. ചുമ്മാ ഇരുന്നാൽ മതി. കുറെ നേരത്തേക്ക് തോട്ട്സ് ഒന്നും ഇല്ലാതെ, പ്രബലമായ വൃത്തികളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഇന്നലെ അയാൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ വരും, എന്നിട്ട് ഞാനിങ്ങനെ മൂവ് ആവും. അതാണ് ഭഗവാൻ നിഴൽ എന്ന് പറയുന്നത്. വിചിത്ര നിഴൽ. ചിലപ്പോ നമ്മള് അതിന്റെ കൂടെ പോയി കാണും, അത് എടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകും, കുറെ വട്ടം കറങ്ങും അല്ലേ. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് ജാഗ്രതയ്ക്കൊരു അസ്ത്രമാണ് തന്നത്. ആർക്കായി വിചാരം വരണത്? ഒരിക്കലും എക്സ്പ്ലനേഷൻ ഭഗവാൻ സമ്മതിച്ചതേയില്ല ആത്മവിചാരത്തിൽ. ചിത്തവൃത്തി നല്ല വിചാരമാണോ ചീത്ത വിചാരമാണോ, ഈ വിചാരം കൊണ്ട് അതിലെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? ഇതിലേക്ക് പോവാനേ സമ്മതിച്ചില്ല. ആർക്ക് എന്നാണ്. എനിക്ക്, ഞാൻ ആര്. എത്ര വിചാരം വേണമെങ്കിലും വരട്ടെ, ഓരോ വിചാരവും വരുമ്പോഴും ആ വിചാരം ആർക്ക്? എനിക്ക്, ഞാനാര് എന്ന് ശ്രദ്ധയെ എന്ത് വിചാരമാണെന്ന് നോക്കാതെ, ആ വിചാരം എന്നെക്കുറിച്ചാണോ, അച്ഛനെക്കുറിച്ചാണോ, അമ്മയെക്കുറിച്ചാണോ, ഭർത്താവിനെ കുറിച്ചാണോ, ഭാര്യയെക്കുറിച്ചാണോ, ജോലിയെക്കുറിച്ചാണോ, ഇഷ്ടപ്പെട്ടവരെ കുറിച്ചാണോ, വെറുപ്പിനെ കുറിച്ചാണോ, ഒന്നും അനലൈസ് ചെയ്യാതെ ആർക്ക്? ടു ഹൂം? ടു മീ. ആദ്യം വേണമെങ്കിൽ ഒരു ടെക്നിക് പോലെ, മെത്തേഡ് പോലെ ഇങ്ങനെ പരീക്ഷിച്ചോളാം. ഉള്ളില് വിചാരം വരണു, കണ്ണടച്ചിരുന്നു, ആർക്ക് വരണു? എനിക്ക് വരണു. ഞാൻ ആര്? എത്ര വിചാരം വേണമെങ്കിൽ വരുന്നു. ടു ഹൂം? ടു മീ. ആൻഡ് ഹൂ ഈസ് ദിസ് മീ? I. കുറെ കഴിയുമ്പോൾ പിന്നെയും വിചാരം പ്രബലമായിട്ട് വരും. ആർക്ക്? നമ്മള് ഞാൻ, എന്റെ, അവൻ, ഇവൻ എന്ന് പരിശീലിച്ചതുപോലെ ഇപ്പൊ ഞാനാരെന്ന് വിചാരം ചെയ്ത് പരിശീലിച്ച് ഞാൻ എന്ന സ്പന്ദനത്തിനെ ഗ്രഹിക്കാൻ കുറച്ച് ഉള്ളില് ജപം പോലെ മാനസികമായ അതിനെ ഉച്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ പറയുമല്ലോ അല്ലേ, അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത്, നമ്മളോട് തന്നെ പറയുമല്ലോ, ഇവിടെ നോക്കൂ ഇതിൽ നോക്കൂ. നമ്മൾ പറയാൻ പോലെ തന്നെ കണ്ണടച്ച് ചെവി അടച്ച് എല്ലാ ഇന്ദ്രിയങ്ങളും പുറമേക്കുള്ള ഷട്ടറൊക്കെ ഇട്ടിട്ട്
ഉള്ളിൽ തിരിഞ്ഞ് ഞാൻ ആര് എന്ന് വിചാരം ചെയ്യണം. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ 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 ഉദിതലം യതുവന ആഴ്ന്ത്. ഒരു കിണറ്റില് വെള്ളത്തില് വീണുപോയ സാധനം തിരയാൻ ശ്വാസമടക്കി പിടിച്ച് മൂക്ക് പിടിച്ച് ഉള്ളിൽ മുങ്ങുന്ന പോലെ ഉള്ളാഴ്ന്ത്. ഇതിനെയാണ് ഭഗവാൻ ഋജുമാർഗം എന്ന്, സ്ട്രെയിറ്റ് പാത്ത്. അഹമയം കുതോ ഭവതി ചിന്മത ഐപതത്യഹം നിജ വിചാരണം അഹമിനാശപാജ്യഹമഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണ സത്. അഹം എവിടെ ഉദിക്കുന്നു എന്ന് ഉള്ളാഴ്ന്ന് നോക്കുമ്പോ ഉളത്തവിശ് ഉറിൻ, ഹൃദയമാകുന്ന ആ അധിഷ്ഠാനം, സർവാത്മഭാവസ്ഥാനം, ശാന്തിയുടെ ആ ധാമത്തില്, ആ സിംഹാസനത്തില് ഉറിൻ, അതാണ് സിംഹാസനം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉളത്തവിശ് ഉറിൻ. ഞാൻ ഉദിയാതെ കേവലമായ ഇരുപ്പ് മാത്രമായ ആ ഇരിപ്പിടമുണ്ടല്ലോ, അതാണ് ഇരിപ്പിടം. മുരുകനാഥ സ്വാമി എഴുതി ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇരുന്തപടിക്കേ ഇരു என்றான். എവിടെ ഇരുപ്പോ, എവിടെ നിന്റെ സ്വരൂപമോ, ഏതാണോ നിന്റെ ഹൃദയസ്ഥാനം, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നാൽ താനിരിക്കേണ്ട സ്ഥലത്തിരുന്നാൽ പ്രതിബന്ധങ്ങളൊക്കെ താനെ നീങ്ങും. ഭഗവാന്റെ പാത്ത് പ്രതിബന്ധങ്ങളെ എടുക്കലല്ല. പല ഉപായങ്ങളും ഞാൻ പറയുന്നുണ്ട് ഗീതയിലും ഇവിടെയൊക്കെ. പക്ഷേ ഭഗവാന്റെ ശുദ്ധമായ ജ്ഞപ്തി മാർഗത്തില്, ശുദ്ധമായ അദ്വൈതത്തില് അനാത്മാവിനെ ഇല്ലാതാക്കണ പരിപാടിയേ ഇല്ല. ആത്മാവായിട്ട് ഇരിക്കുക, അത്രയാണ്. ഇവിടുത്തെ കോൺട്രഡിക്ഷൻ റിസോൾവ് ചെയ്യാൻ പോണ പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ഭഗവാന്റെ ഉപദേശത്തിൽ എവിടെയും ഇത് വിടൂ, അത് ഉപേക്ഷിക്കൂ, ഇങ്ങനെ ആവൂ, അത് മാറൂ, ഇങ്ങനത്തെ ഒന്നുമില്ല. നീ കേവല ഇരുപ്പിൽ ഇരിക്കൂ, നടക്കേണ്ടതൊക്കെ താനെ നടക്കും. എവറിത്തിങ് വിൽ ഫിറ്റ് ഇൻ, fall in perfect order. ഉളത്തവിശ് ഉറിൻ, ആ സെന്ററിൽ പോയി നീ നിൽക്കുകയാണെങ്കിൽ ഒരു കുടൈ നിഴർക്കോവേ. നല്ല തമിഴാണ്, ശുദ്ധ തമിഴാണ്. ഒരു കുടൈ നിഴർക്കോവേ. ഒരു കുടയ്ക്ക് ചുവട്ടിൽ ഇരിക്കുന്ന കോവ് എന്ന് വെച്ചാൽ രാജാവ്, ഏകഛത്രാധിപതി എന്നർത്ഥം. രാജാവ് അവിടെ ഇരുന്നാൽ എല്ലാ കാര്യവും നടക്കുമല്ലോ. രാജാവില്ലെങ്കിൽ ഒന്നും നടക്കില്ല. തമിഴിലൊരു ചൊല്ലുണ്ട്, അവൻ നിன்றாൽ നടക്കും, അവൻ നടന്നാൽ നിൽക്കും എന്ന് പറയും. എന്താന്ന് വെച്ചാൽ ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് യജമാനൻ അവിടെ നിന്നാൽ പണി നടക്കും അത്രേ, അയാൾ നടന്നാൽ പണി നിൽക്കും. അതിനാണ് നിന്നാ നടക്കും, നടന്നാൽ നിൽക്കും എന്ന് പറയാം. ചുമ്മാ ഇരുന്നാലും എല്ലാം ഓർഡറിൽ നടക്കും. കേവല ജ്ഞപ്തി മാത്രമായിട്ട്, പ്യുവർ അവയർനെസ്, ഇരുപ്പ് മാത്രമായിട്ട് ഭഗവാൻ അതറിയാം. നമ്മള് ബുദ്ധി കൊണ്ട് മാത്രം ഇതിനെ സ്വീകരിച്ചാ ഇനിയിപ്പോ ഒന്നും വേണ്ട, യാതൊന്നും, ഇനി പൂജയില്ല, ജപമില്ല, അനുഷ്ഠാനം, അങ്ങനെ നെഗറ്റീവിലേക്ക് പോകും. നെഗറ്റീവേ ഇല്ല. ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാൽ ഒരുവിധ പിശിരുമില്ല. പക്ഷേ
എന്താണോ ഈ ശരീര ഉപാധിയുടെ പ്രാരബ്ധ കർമ്മം, അത് പെർഫെക്റ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ധർമ്മം എന്ന് ശാസ്ത്രം വിളിക്കുന്നത് അവിടെ നടക്കും. അധർമ്മം നടക്കില്ല. എന്താന്ന് വെച്ചാൽ അധർമ്മം എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ഈസ് നോട്ട് ഇൻ ഓർഡർ ആണ് അധർമ്മം. ആ ഡിസോർഡറിന് കാരണം തന്നെ മനസ്സാണ്. ഡിസോർഡർ ഉണ്ടെങ്കിൽ മൈൻഡ് ഉണ്ടെന്ന് അർത്ഥമാണ്, മനസ്സുണ്ടെന്ന് അർത്ഥമാണ്. എന്തെങ്കിലും ഒരു പിശിര് കാണുമ്പോൾ മൈൻഡാണത്. പെർഫെക്റ്റ് ആയിട്ട് സെന്റേർഡ് ആണെങ്കിൽ ഡിസോർഡറേ വരാൻ പറ്റില്ല. സെന്റേർഡ് ആണെങ്കിൽ സർക്കംഫറൻസ് ഓർഡറിലായിരിക്കും, ഹാർമണിയിലായിരിക്കും. സർക്കംഫറൻസിൽ ഒരു ഡിസ്ഹാർമണി ഉണ്ടെങ്കിൽ, ഒരു താളപ്പിഴയുണ്ടെങ്കിൽ സെന്ററിൽ കുഴപ്പമുണ്ടെന്ന് അർത്ഥമാണ്. അപ്പോ സർക്കംഫറൻസ് ശരിയാക്കാനൊന്നും പോണ്ട, സെന്ററിൽ പോയി ഇരുന്നാൽ മതി. ഉളത്തവിശ് ഒരു വിധത്തിലും ബാധിക്കപ്പെടാതെ ആത്മവിചാരത്തിൽ മാത്രം ശ്രദ്ധയോടെ ഇരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ശരിക്ക് ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ ശരിക്കും നടന്നോളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അഹം എനും നിனைவு ഇன்று എനിൽ പിറ ഒന്നും ഇன்று. ഞാൻ എന്നുള്ളത് ഉദിച്ചിട്ടില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ആ ഉദിക്കാത്ത സ്ഥിതി പോകുന്നവരെ, അത് ഉദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നർത്ഥം. എന്നുവെച്ചാൽ ആസ് ലോങ് ആസ് യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഈഗോയിങ്, ഒരു പുതിയ വാക്കാണ്, ഐയിങ്, ഞാൻ, അതുവരയ്ക്കും യു ഷുഡ് ഹാവ് ഇന്നറിങ്, ഗോയിങ് ഇൻവേർഡ്. തിരുവാചകത്തിൽ മാണിക്യവാചകർ പറഞ്ഞു, ഓയാതെ ഉൾഹുവാർ ഉൾ ഒളിരും ഉള്ളാനൈ. അദ്ഭുതമായൊരു വാക്ക്, ഓയാതെ ഉൾഹുവാർ എന്നാണ്. ഉൾഹൽ എന്ന് വെച്ചാൽ ഉള്ളില് ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉൾ ഒളിരും ഉള്ളാനൈ, ഉള്ളില് ആ ഉള്ളാൻ പ്രകാശിക്കുമെന്നാണ്. ഞാൻ എവിടുന്ന് ഉദിക്കുന്നു എന്ന് ആരാഞ്ഞ് ഉള്ളാഴ്ന്ന് ഉളത്തവിശൂരിൻ ഹൃദയസ്ഥാനത്തിനെ, ഇഫ് യു ക്യാൻ ലൊക്കേറ്റ് ഇറ്റ് ഇൻവേർഡ്ലി, ഉള്ളിലങ്ങനെ ആ സെന്റർ കണ്ടുപിടിച്ച് അതിൽ ഇരുന്നാൽ, ഉറിൻ മീൻസ് യു ഇൻവേർഡ്ലി യു ഗ്രാസ്പ്, അച്ചീവ് ഇറ്റ്, പിടിച്ചാൽ ഒരു കുടൈ നിഴർക്കോവേ ഏകഛത്രാധിപതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? അവിടെ ഉള്ളു പുറമൊന്നുമില്ല. അഹം പുറം ഇരുവിனை ജന്മം ഇറൽ ഇൻപ് തുൻപ് ഇരുൾ ഒളി എനും കനവ് ഇன்று. ആ സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക് ഉള്ള് വെളി, പുണ്യം പാപം, ജനനം മരണം, സുഖം ദുഃഖം, ഇരുട്ട് വെളിച്ചം, ഈ ദ്വന്ദ്വങ്ങളൊന്നും ഇല്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തി ഒന്നുമില്ല. കാരണം സുഷുപ്തിയിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ഇരുപ്പ്. അതുകൊണ്ട് ഇരുട്ടേ അവിടെ ഇല്ല. ഡീപ്പ് സ്ലീപ്പിലും അസ്തിത്വമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ സ്റ്റേറ്റിലെത്തിയ ജ്ഞാനി ഉറക്കത്തിനും ഉണർന്നിരിക്കുന്നു എന്ന് പറയും. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഒക്കെ അയാൾക്ക് പ്രകാശമാനമാണ്. അഹം പുറം ഇരുവിனை ജന്മം ഇറൽ ഇൻപ് തുൻപ് ഇരുൾ ഒളി എനും കനവ് ഇன்று. ഇത്രയും വെറും സ്വപ്നം പോലെ, ജസ്റ്റ് ലൈക്ക് ഒരു സിനിമ സ്ക്രീനിൽ വരണ പോലെ, വരണു പോകണു, സ്ക്രീൻ മാറാതെ ഇരിക്കുന്ന പോലെ, ആ അധിഷ്ഠാനത്തിലിരിക്കുന്ന പൂർണ്ണപുരുഷന് ഇതൊന്നിനും വാസ്തവമായ ഇരുപ്പ് ഇല്ല, വാസ്തവമായ എക്സിസ്റ്റൻസ് ഇല്ല.
ഇതയമണ്ഡകം, ഹൃദയമായ ഈ രംഗത്തിൽ, മന്ദിരത്തിൽ അചലമാനടമിടും. അവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ അചലമായിട്ട് ഉള്ള തത്വം സ്വയം താനേ താനായി ചിദംബര നടം. അതാണ് താനേ താനായി ഈശ്വരൻ. അപ്പൊ അചലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടനമാടും. അചലമാ നടമിടും എന്നാണ് പറയണത്. ബോധ് തദ്ദേജതി തന്നേജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. ശ്രുതി പറഞ്ഞു അത് ചലിക്കണില്ല, അത് ചലിക്കണു, എല്ലാം അചലമാനടമിടും എന്ന് പറയുമ്പോ അചലമായിട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ അതിൽ നടക്കുമ്പോഴും ഒരു മാറ്റവുമില്ലാതെ സ്വയം പ്രകാശമായിരിക്കുന്ന അരുണമലയ്യനും അരുണമലയായിട്ട് അത് അവസാനം അവിടെ കൊണ്ടുവരികയാണ്. ഉള്ളിൽ താൻ അനുഭവിച്ച ആത്മാവ് തന്നെയാണ് പുറമേക്ക് ഗുരു രൂപത്തില് സദ്ഗുരുവായി അരുണാചലേശ്വരനായിട്ടിരിക്കുന്നത്. അരുണമലയ്യനും യലൈ അറും. അരുണാചലത്തിന് തിരുവണ്ണാമലൈ ഡിസ്ട്രിക്റ്റിന്റെ ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്രേ. ഭഗവാൻ പറഞ്ഞത് there is no limitation for that hill. അരുണമാമലയനും യലൈ അറും, എല്ലയില്ലാത്ത അരുൾ ഒളി കടൽ. മലയെ കടലാക്കി മാറ്റി ഭഗവാൻ. എതിർമറ എന്ന് പറയുന്നതിന്, അതായത് വിപരീതമായ ഉപമ. വിപരീതമായ ഉപമ. മല എങ്ങനെ കടലാവും? ഒരു സ്ഥലത്തിരിക്കുന്നത് എങ്ങനെ സർവവ്യാപിയാവും? സോളിഡ് എങ്ങനെ ലിക്വിഡ് ആവും? ഒക്കെ മാറി. അരുണമലയ്യനും അരുണമലയാകുന്ന യലൈ അറും, എല്ലയില്ലാത്ത, അതിരില്ലാത്ത, വരമ്പില്ലാത്ത ഒരു വാക്ക് ഭഗവാൻ ഇവിടെ പറയുന്നു. അരുൾ ഒളി കടലേ. ഓഷൻ ഓഫ് ഇഫൾജൻസ്, ഗ്രേസ്, കൃപയുടെ കടലാണ് ജ്യോതിർമയമായ കടൽ. അരുൾ ഒളിക്കടൽ. അരുണാചലത്തിനെ അഗ്നി എന്ന് പറയണമല്ലോ. ജ്ഞാനത്തിരൽ എന്ന് ജ്ഞാനസംബന്ധർ പാടി. ജ്ഞാനത്തിന്റെ കടൽ പോലെ പരന്നു കിടക്കുന്നു. അതിരില്ലാത്ത, വരമ്പില്ലാത്ത അറിവ്, ജ്ഞാനം, ജ്ഞാനസ്വരൂപം എന്നർത്ഥം. ആ ജ്ഞാനത്തിനെ കടൽ എന്ന് പറഞ്ഞു. ഇവിടെ അഗ്നിയാണ്, മലയാണ്, കടലാണ്. മൂന്ന് ഉപമ വന്നു അല്ലേ? അഗ്നി ആണ്, പർവ്വതമാണ്. പർവ്വതം അഗ്നിശൈലമാണ്. അതിനെ എല്ലയില്ലാത്ത, അതിരില്ലാത്ത, വരമ്പില്ലാത്ത, പരിധിയില്ലാത്ത ബൗണ്ട്ലെസ് ഓഷൻ ഓഫ് ഇഫൾജൻസ്, ജ്യോതി, ലൈറ്റ്. അരുൾ ഒളിക്കടലേ. അതായത് അഭിമാനം ഉള്ളുന്നു പോയി ഹൃദയസ്ഥാനത്തിലെത്തിയാൽ ആ ഹൃദയം എങ്ങനെയിരിക്കണു? ജ്യോതിയുടെ, കൃപാജ്യോതിയുടെ കടലാണെന്ന് പറഞ്ഞു. കരുണയുടെ കടലാണ്, കൃപാജ്യോതിയുടെ കടലാണെന്ന് പറഞ്ഞു. എന്നിട്ട് കടലേന്ന് അവസാനിച്ചപ്പോ കടൽ വെച്ചുകൊണ്ട് തന്നെ ഭഗവാൻ തുടങ്ങുന്നു. കടൽ കാണണമെങ്കിൽ ഇപ്പൊ വന്നിട്ട് കടൽ കാണാൻ പോകണമെന്ന് വിചാരിച്ച് പറ്റിയതേ ഇല്ല. കടൽ ഇനി നമ്മളെ കാണാൻ വന്നാലേ ഉള്ളൂ അല്ലേ? ഇന്ന് അവസാനിക്കുകയാണ്. കടലിൽ നമ്മൾ പോയി ഇവിടെ പോയി അടുത്ത് പോയി 2 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റിയില്ല. പക്ഷെ ചിലപ്പോ കടല് നമ്മളെ കാണാൻ വരും മേഘരൂപത്തില് അല്ലേ? കടൽ മേഘമായിട്ട് രൂപമെടുത്ത് വരണു. നിത്യാനന്ദ സുധാനിധേരധികത സന്നീലമേഘാം.
ആ മേഘം ഔത്കണ്ഠ്യ പ്രബല പ്രഭഞ്ജവനഭരൈ ആകർഷിതോ വർഷത്തി. സജ്ജനങ്ങളുടെ ഉത്കണ്ഠ, മുമുക്ഷുത്വം, മോക്ഷത്തിനുള്ള ദാഹം കാരണം ആ നിത്യാനന്ദ സമുദ്രം രൂപമെടുത്ത് മേഘമായിട്ട് വന്ന് മഴ പെയ്യണു. വിജ്ഞാനാമൃതമദ്ഭുതം വർഷത്തി നിജവചോധാരാഭിരാരാധിതം. വാക്കുകളാകുന്ന ധാരയിലൂടെ അത് വിജ്ഞാനാമൃതത്തിനെ വർഷിക്കുന്നു. ചേതശ്ചാതക, ചിത്തമാകുന്ന ചാതകമേ, തൃഷാക്രാന്തോസി, നല്ല ദാഹണ്ട തന്റെ ഉള്ളില്, ഉറങ്ങിക്കളയരുത് എന്നാണ്. സുപ്തോസിക്കും ചോദിക്കാണ് ആചാര്യസ്വാമി പ്രബോധസുധാകരത്തില്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയണു, ആ കടൽ எழும் எழிலியார் பொழித்தரும் நீர்தான் கடநிலை அடைவரை தடை செய்யில் நில்லாது உடல் உயிர் ஊனில் எழும் உனை உருவரையில் உரு பல வழிகளில் உழலினும் நில்லாது இடவெளி அலையினும் நிலையிலை புல்லு இடநிலை மலதிலை வருவழி செல்ல கடனுயிர் வருவழி சென்றிட இன்பக் கடலுனை மறுவிடும் அருணபூதரனே. ഹേ അരുണഭൂധരനെ, അരുണാചലമാകുന്ന ഗിരിയെ, കടൽ എഴും എഴിലിയാൽ, എഴിലി എന്ന് വെച്ചാൽ മേഘം, എഴിൽ എന്ന് വെച്ചാൽ ബ്യൂട്ടി, സൗന്ദര്യം. കടലിലെ ജലം സുന്ദരമായി മേഘങ്ങളായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നു. പൊന്തി വന്നിട്ട് ആ മേഘമില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞ ഒരു കവി, എന്തിനാ അവതാരം? ഉപനിഷത്തുണ്ട്, അഖണ്ഡമായി ബ്രഹ്മമല്ലേ ഉള്ളത് എന്ന് പറയുമ്പോ നല്ല നട്ടുച്ച വെയിലേക്ക് കടൽ തീരത്ത് പോയി ഇരുന്ന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതിരിക്കുമ്പോ അറിയുന്നു, ഇത്ര വെള്ളമുണ്ട് മുമ്പില്, കുടിക്കാൻ വയ്യ. അതേ വെള്ളം മേലെ പോയി മേഘമായിട്ട് വന്നാ ഉപ്പില്ല, കുടിക്കാം, ഒക്കെ ചെയ്യാം. ആ അനന്തപൂർണമായ വസ്തു ഒരു രൂപത്തിൽ വന്ന് നമുക്ക് ഗുരുവായിട്ട് വന്ന് ഉപദേശിക്കുന്നു, അല്ലേ? ഭഗവാൻ ഇവിടെ പറയുന്നത് അരുണഭൂതരനെ കടലെഴും എഴിലിയാൽ, ഇത് വേറെ ദൃഷ്ടാന്തമിവിടെ, കടനിലൈ അടൈവரை തടൈ ചെയ്യിൽ നില്ലാതെ. ഇനിയിപ്പോ അതുപോലെ നമ്മളൊക്കെ ഓരോരോ മേഘമാണേ, അഖണ്ഡ സമുദ്രത്തിൽ നിന്ന് ഉദിക്കുന്ന ഒരു മേഘം പോലെയാണ് നമ്മൾ ഓരോരുത്തരും. രൂപം ധരിച്ചു, അല്ലേ? രൂപമില്ലാത്തത് രൂപം ധരിക്കണമെന്ന് നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ. കടൽ, വെള്ളം മേഘമായി, മേഘമായിട്ട് എവിടെയൊക്കെയോ പോയി മഴ പെയ്യണു. മഴ പെയ്തിട്ട് ആ മഴ പെയ്ത വെള്ളമൊക്കെ അതിന് ഒറ്റ പണിയേ ഉള്ളൂ, തിരിച്ച് കടലിലേക്ക് പോവാം. തിരിച്ച് കടലെത്തുന്നവരെ തടൈ ചെയ്യിൽ നില്ലാതെ, എത്ര തടുത്താലും നിൽക്കാതെ ഓടിക്കൊണ്ടേയിരിക്കണം. ഇടയിൽ പല സ്ഥലത്തും പോയി കുടുങ്ങി, ചില വെള്ളം കടൽ പോയി ചേരും, കുറെ വെള്ളം അവിടെയും ഇവിടെയും കുടുങ്ങിയൊക്കെ നിന്ന് അവസാന കാലത്ത് പോയി ചേരും, പ്രളയകാലത്തിൽ പോയി ചേരും വെച്ചോളൂ. അതുപോലെയാണ് ചില ജീവന്റെ കാര്യവും. സമുദ്രത്തിൽ ചേരാൻ സാധിക്കാതെ അവിടെയും ഇവിടെയും കുടുങ്ങി പല സ്ഥലത്തിലും കുളങ്ങളിലും കിണറിലും ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് ഇരുന്ന്, നമ്മളുടെ ശരീരത്തിലൊക്കെ ആയിട്ട് ഇരുന്ന് പല രൂപത്തിൽ നിന്ന് അവസാനം പ്രളയകാലത്തിൽ പോയി ചേരും. പക്ഷെ പോയി ചേരും. അരുണഭൂതരനെ കടലെഴും എഴിലിയാൽ പൊഴിതരും നീർതാൻ. കടലിൽ നിന്ന് പൊന്തി വരുന്ന മേഘം പൊഴിതരും, മഴയായിട്ട് പൊഴിഞ്ഞിട്ട് കടൽ നില അടൈവരെ, വീണ്ടും കടലായിത്തീരുന്നവരെ തടൈശയിൽ നില്ലാതെ, തടുത്താലും നിൽക്കില്ല. അതുപോലെ ഉടൽ ഉയിർ ഉനിൽ എഴും, ആത്മാവിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് ശരീരവും ഉയിർ, ജീവൻ, ശരീരത്തോടും മനസ്സോടുകൂടി ജീവൻ ഉദിക്കുന്നു.
ആ ജീവൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ പണിയേ ഉള്ളൂ. ഉനയുറു വരയിൽ ഉറു പല വഴികളിൽ ഉഴലിനും നില്ലാതെ. പല രൂപങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞിട്ടും പല ഉപാധികളിൽ ചെന്ന് കുടുങ്ങിയിട്ടും ചുറ്റിത്തിരിഞ്ഞാലും നില്ലാതെ നിൽക്കില്ല എന്നാണ്. അതിന് വീണ്ടും അതിന്റെ നാച്ചുറൽ ഒറിജിനൽ സ്റ്റേറ്റ് റീഗെയിൻ ആവുന്നവരെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ത് ജോലി കിട്ടിയാലും എന്തൊക്കെ ആയാലും കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. നമ്മൾ ആ റെസ്റ്റ്ലെസ്നെസ് നീക്കാൻ എന്തൊക്കെയോ ചെയ്ത് നോക്കുന്നു. വലിയ ആളായിട്ടൊക്കെ നോക്കുന്നു. ഒരു കുടൈനിഴർക്കോവേ എന്ന് അടുത്ത കഴിഞ്ഞ പദ്യത്തിൽ ഭഗവാൻ പറഞ്ഞു. ഏകഛത്രാധിപതി എപ്പോ ആവുമെന്ന് വെച്ചാൽ ഉളത്തവിശ് ഉറിന്നു ഹൃദയസ്ഥാനത്തിൽ പോയി ഇരുന്നാൽ ശരി. അതുവരയ്ക്കും ഇതിന് ആ കംപ്ലീറ്റ് റെസ്റ്റ് എന്ന് പറയണത് ഇല്ല. തുരീയ വിശ്രാന്തി ഇല്ല. നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് നോക്കൂ. റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ കൂടുതൽ ക്ഷീണിക്കും അല്ലേ? ചിലപ്പോഴൊക്കെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്ന്, പിന്നെ റെസ്റ്റ് എടുത്ത് അതിന്റെ ക്ഷീണം തീരാൻ റെസ്റ്റ് എടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും. ഉറങ്ങിയാൽ അതൊരു ക്ഷീണം, ഉറങ്ങാതിരുന്ന ക്ഷീണം, പണിയെടുത്താൽ ക്ഷീണം, പണിയെടുക്കാതിരുന്നാൽ ക്ഷീണം, വിശ്രമിച്ചുകൊണ്ടേ ഇരുന്നാലും ക്ഷീണം, വിശ്രമമില്ലാതിരുന്നാൽ ക്ഷീണം. എവിടെ ഒരു ബാലൻസ്? കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അകർമ്മസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് കർമ്മം നടന്നാൽ കുഴപ്പമില്ലാന്ന്. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ദർ ഈസ് നോ അതർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്. നീ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കൂ. അകർമ്മണി കർമ്മയ കർമ്മണി അകർമ്മ എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതാണ് കഴിഞ്ഞ അധ്യായം. ഉളത്തവിശൂറിൻ ആ ഹൃദയസ്ഥാനത്തിൽ ഇരിക്കൂ. പണിയെടുക്കണോ എടുക്കൂ, പണി നിന്നുപോയോ നിൽക്കട്ടെ, എന്താ നടക്കണത് നടക്കട്ടെ. താൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാൻ പഠിച്ചാൽ ദിസ് മൊമെന്റ് യു ആർ ഫ്രീ. സ്വതന്ത്രമായി. മുക്തി ആത്മാവിന്റെ സ്വരൂപമാണ്. മുക്തി നേടാൻ പറ്റില്ല. മുക്തി നേടാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഇല്ലാത്തത് എങ്ങനെ നേടും? അത് നേടാനായിട്ട് പരിശ്രമിക്കുന്നത് തന്നെ ഒരു ബന്ധമായിട്ട് തീരും. മുക്തി ആത്മാവിന്റെ സ്വരൂപമാണ്. അത് നിങ്ങളുടെ സ്വരൂപമാണ്. യാതൊന്നാണോ നിങ്ങളിൽ ഇരുപ്പ് രൂപമായി ബോധമായി സ്വയം പ്രകാശമായി ഇരിക്കുന്നത് അത് മുക്തിയാണ്, നിർവാണമാണ്, ബ്രഹ്മമാണ്. അത് ഈശ്വര സ്വരൂപമാണ്. അതിനെ അംഗീകരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ദോഷം, വലിയ പാപം സംഭവിച്ചിരിക്കുന്നത്. അതിനെ സ്വീകരിച്ച് സ്വരൂപത്തിൽ, തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്വാഭാവികമായിട്ട് ഇരുന്നാൽ ഉളത്തവിശൂരിൻ എന്തു വേണമെങ്കിലും. ഇല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഇൻവേർഡ് ആന്തരികമായിട്ട് ആ സ്ഥിതിയിൽ ഇരിക്കുന്നവരെ കടലിൽ നിന്നുദിച്ച വെള്ളം വീണ്ടും കടലിൽ ചെന്ന് ചേരുന്ന വരയ്ക്കും പല രൂപങ്ങളിൽ ഭാവങ്ങളിൽ അതൊരിക്കലും വെള്ളത്തിന് സ്വഭാവം മാറണേയില്ല. മഴ പെയ്യുമ്പോൾ ഏത് നൈർമല്യമുണ്ടോ ആ നൈർമല്യം, അതിന് ആകാശ സമ്പർക്കം ഉണ്ടാവുമ്പോൾ നൈർമല്യം വരണു അല്ലേ? നോക്കൂ, മാണിക്യവാചകരെ വാൻകലന്ത മാണിക്യവാചകർ എന്ന് പാടി വള്ളലാർ. ഈ ആകാശത്തിനോട് പോയി കലർന്ന നൈർമല്യം വന്നു. മണ്ണ് തൊട്ട ഉപ്പായി. കടലിൽ സമ്പർക്കം വരുമ്പോൾ അതിന് ഉപ്പുണ്ട്. അതേ ജലം ആകാശത്തിനോട് കലർന്നു കഴിയുമ്പോൾ അതിൽ ലവണമൊന്നുമില്ല, ഉപ്പൊന്നുമില്ല, നിർമ്മലമായി. ആ നൈർമല്യം ഡ്രെയിനേജ് കിടക്കുമ്പോഴും പോയിട്ടില്ല. ഡ്രെയിനേജ് വാട്ടറിലും ആ നൈർമല്യമുണ്ട്. എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ ഡ്രെയിനേജ് വാട്ടർ ഇവാപ്പറേറ്റായി മേഘമായ പിന്നെയും അതേപോലെ ശുദ്ധം തന്നെ. വാസ്തവത്തിൽ ഡ്രെയിനേജ് വാട്ടറിൽ നാറ്റം വരാൻ കാരണം എന്താപ്പോ? ഈ നിർമ്മല ജലം അശുദ്ധമായോ? അശുദ്ധമായാൽ
പിരിക്കാനേ പറ്റില്ലല്ലോ. പിരിയണത് കൊണ്ട് തന്നെ അത് ഒരിക്കലും ചേർന്നിട്ടില്ല എന്നാണ് അർത്ഥം. അത് പിരിഞ്ഞു കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ഒരിക്കലും സമ്മിശ്രമായിട്ടേ ഇല്ല. പിന്നെ പിരിഞ്ഞ പോലെ തോന്നിയതാണ് നാറ്റം. ദ്വൈതത്തിന്റെ സ്വഭാവമാണ് നാറ്റം. ദ്വൈതമുണ്ടോ നാറും. രണ്ടാമതൊരു വസ്തു നാറും. അവിടെ രണ്ട് വേറെ വേറെ പിരിഞ്ഞ നാറ്റല്ല. മണ്ണ് നല്ലതാണ്, വെള്ളം നല്ലതാണ്, ചേർന്ന ചളിയായി. തനിയെ നിൽക്കുമ്പോൾ പൂർണ്ണമാണ്. താനായിട്ടിരിക്കുമ്പോൾ പൂർണ്ണമാണ്. വേറെ ഒന്നിനോട് സംയോഗം വരുമ്പോൾ നാറും. ഈ കടലിൽ നിന്ന് ഉദിച്ച വെള്ളം വീണ്ടും കടൽ ചെന്ന് ചേരുന്നവരെ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും മാറിയിരുന്നാലും നിൽക്കില്ല. ഈ ചില പക്ഷികളൊക്കെ ഉണ്ട്. അമേരിക്കയിൽ നിന്ന് പറക്കും, കാനഡയിൽ നിന്ന് പറക്കും, ചിലപ്പോൾ ആർട്ടിക് റീജിയനിൽ നിന്ന് പറക്കും. അങ്ങനത്തെ പക്ഷികളൊക്കെ ഉണ്ട്. ഈയിടെ ഒരു വാർത്ത കണ്ടു. ഒരു കിളിയുടെ മേലെ നമ്മുടെ ആളുകൾ എന്തൊക്കെ ചെയ്യണം അറിയോ? ഒരു ക്യാമറ ഘടിപ്പിച്ചു. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ്. കിളിക്ക് വലുതും അറിയോ ഒരു കൊടുക്കണ പ്രൈസ്? 19 മണിക്കൂർ വിടാതെ ഒരു സ്ഥലത്തും റെസ്റ്റ് എടുക്കാതെ കടലിന്റെ മേലെ കൂടെ പറന്നു അത്ര കിളി. 19 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്. അങ്ങനെ വരുന്ന പക്ഷികളുണ്ട്. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്. ചില ജീവൻ അങ്ങനെ അലയും എന്നാണ്. അതാണ് ജ്ഞാനികൾക്കിത് കണ്ടു കഴിയുമ്പോൾ ഒരു കരുണ വരണത്. ആ ജീവന്റെ ഒരു വേഗം, ഒരു ഫോഴ്സ്. ആ വേഗം എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. സ്പിരിച്വലി വരുമ്പോൾ അത് അങ്ങോട്ട് തിരിയണു. ആ സദ്ഗുരു വന്ന് തടുത്ത് അനുഗ്രഹം ചെയ്തപ്പോ മാണിക്യവാചകർ പറഞ്ഞു, വേഗം കെടുത്ത് ആണ്ട വേന്തനടി വെൽക, പിറപ്പറുക്കും പിഞ്ഞകൻ തൻ പേയ്ക്കഴൽകൾ വെൽക, പുറത്താർക്കും ഷേയോൻ തൻ പൂങ്കഴൽകൾ വെൽക. വേഗം കെടുത്ത് ആണ്ടവേന്തൻ. ഈ ഫോഴ്സ് ഇങ്ങനെ ലോകത്തിലേക്ക് പിടിച്ച് തള്ളിക്കൊണ്ടുപോകുന്ന ആ ഫോഴ്സിനെ തടുത്തു നിർത്തിയെന്നാണ്. ഒബ്സ്ട്രക്ട്. എന്നിട്ട് ഉള്ളിലേക്ക് തിരിച്ചു വിട്ടുവന്നു. അപ്പൊ ആ ഫോഴ്സില് ഈ ജീവൻ അലഞ്ഞു നടക്കുകയാണ്. ഇടവെളി അലയിനും വിരിഞ്ഞ് അനന്തമായിട്ടിരിക്കുന്ന ആകാശത്തിൽ എത്ര കാലം പറന്നുകൊണ്ടേ ജീവൻ നടക്കും. ചിലപ്പോ എത്രയോ യോനികളിൽ യാത്ര ചെയ്ത് ചുറ്റി വളഞ്ഞ് എവിടെ പോകണമെന്നൊന്നും അറിയാതെ അലഞ്ഞാലും ആകാശത്തില് 19 മണിക്കൂർ പറന്നാലും അവസാനം എവിടെയെങ്കിലും ഒരിടത്ത് വന്ന് ഈ പക്ഷി ഇരുന്നാകണം. പക്ഷിക്കാണ് പുള്ളുക്ക് എന്ന് പേരിവിടെ. ഇടവെളി അലയിനും പുള്ളുക്ക് നിലയിലൈ. ഇടവെളി എന്ന് വെച്ചാൽ ആകാശം, സ്പേസിൽ എത്ര കാലം അലഞ്ഞാലും പുള്ളുക്ക് നിലൈ ഇലൈ. അതിനെവിടെയും നിൽക്കാൻ പറ്റില്ല. ആകാശത്തില് ഇറ്റ് കനോട്ട് സ്റ്റേ. അതുപോലെ ഈ ജീവന് ലോകത്തിലെ സംസാരത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ യോനിയിൽ ചുറ്റിത്തിരിഞ്ഞാലും ദർ ഇസ് നോ സ്റ്റേ, ദർ ഇസ് നോ നിലൈ, ദർ ഇസ് നോ പ്ലേസ് ടു സ്റ്റേ. റെസ്റ്റ്, വിശ്രാന്തിയില്ല. ആ വിശ്രമമില്ലായ്മയാണ് ജീവന്റെ ഉള്ളിൽ ഒരു പെയിൻ, ഒരു വേദന, അതിൻ്റെ ഒരു വൈബ് ഇങ്ങനെ കിട്ടണത്. തേഴ്സ്റ്റ് ഫോർ ദാറ്റ് തുരീയ വിശ്രാന്തി, തന്റെ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് പോവാനുള്ള ഹങ്കർ. അതൊരു അഗ്നി പോലെ, ഫയർ പോലെ ഇങ്ങനെ ഉള്ളില് അഗ്നി പോലെ ഇങ്ങനെ ജ്വലിക്കുന്നത്. ഇടവെളി ഇലൈ അലയിനും പുള്ളുക്ക് നിലയിലൈ, ഇടം നിലം അലതി ഇലൈ. അത് വന്ന് ഇരിക്കാൻ ഭൂമിയല്ലാതെ വേറൊരു സ്ഥലമില്ല. അതുപോലെ ഈ ജീവന് തന്റെ സ്വരൂപമാവുന്ന അധിഷ്ഠാനമല്ലാതെ അതിന് ഇരിപ്പിടമൊന്നുമില്ല.
ജാഗ്രതത്തിലിരിക്കാൻ പറ്റില്ല, സ്വപ്നത്തിലിരിക്കാൻ പറ്റില്ല, ഉറക്കത്തിലിരിക്കാൻ പറ്റില്ല, ഭൂമിയിലിരിക്കാൻ പറ്റില്ല, സ്വർഗത്തിലിരിക്കാൻ പറ്റില്ല, എവിടെ ഇരിക്കാൻ പറ്റില്ല. കുറച്ചു നേരത്തേക്ക് ഇരുന്നാൽ കഴിഞ്ഞു. ഈ പക്ഷിയെ കീരിയെ കെട്ടിവെക്കുന്ന പോലെയെന്ന് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു. ഒരു കീരിയെ കയറിൽ കെട്ടിയിട്ട് മുകളിൽ അതിന് കൂടുണ്ട്, ചുവട്ടിൽ ആഹാരം വെച്ചിട്ടുണ്ടാവും അത്രേ. എന്നിട്ട് ആ കീരി മുകളിൽ നിന്ന് ചുവട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കല്ലുണ്ട്, ആ കല്ലിങ്ങനെ കയറിൽ കെട്ടിയിട്ട് മറ്റേ സൈഡിൽ ഇങ്ങനെ തൊങ്ങണുണ്ടാവും. അതിന്റെ വെയിറ്റ് കൂടുന്തോറും കുറച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകണം. മുകളിൽ പോയാൽ ആ കല്ല് ചുവട്ടിൽ വന്ന് ഭൂമിയിലിരിക്കും. അപ്പോഴേ അതിന് അവിടെ പോയാൽ സ്വസ്ഥാണ്. മുകളിൽ അതിന്റെ കൂട്ടിൽ പോയിരുന്നാൽ സ്വസ്ഥാണ്, കാരണം കല്ല് ഭൂമിയിലിരിക്കും. ചുവട്ടിലേക്ക് വിശന്നിട്ട് ചാടുമ്പോ ഈ കല്ല് മുകളിലേക്ക് പൊന്തുമ്പോ അതിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും മുകളിൽ പോകും തോറും. ഇത് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അതിന്റെ വെയിറ്റ് ഒരുപാടായിട്ട് അതിന് തിരിച്ച് മുകളിൽ പോകണം തോന്നും. ഇങ്ങനൊരു ദൃഷ്ടാന്തം പറയും രാമകൃഷ്ണൻ. അതുപോലെ ഈ പക്ഷി ആകാശത്തിൽ കുറെ നേരം കഴിഞ്ഞാൽ അതിന് വെയിറ്റ് കൂടും, വന്നിരിക്കണം. അതുപോലെ ഈ ജീവന് വ്യവഹാരത്തിൽ, കർമ്മത്തില്, മനസ്സില്, പുറം ലോകത്തിലോ മനോമണ്ഡലത്തിലോ ഒക്കെ വിഹരിച്ചാൽ കുറെ കഴിയുമ്പോൾ ടയർഡാവും. 3 കാര്യങ്ങൾ കൊണ്ട് ടയർഡാവുന്നതാണ് ദേവികാലോത്തരം. 1 കർമ്മം, 2 വൃത്തി, 3 ഉറക്കം. 3 ക്ഷീണിക്കുമ്പോൾ ശിവൻ ദേവിക്ക് ഉപദേശിക്കുമ്പോൾ പറയണു, ഈ കേവല ചിന്മാത്രമായ ഇരുപ്പല്ലാതെ കർമ്മം കൊണ്ട് ക്ഷീണിക്കും, വിചാരങ്ങൾ, ചിത്തവൃത്തികൾ ഉണ്ടാവുന്നത് കൊണ്ട് ക്ഷീണിക്കും, ഉറങ്ങിക്കൊണ്ടേയിരുന്നാലും ക്ഷീണിക്കും. ഈ 3 മനസ്സാണ്. കേവലമായ ജ്ഞപ്തി, ഇരുപ്പ് മാത്രമായ ആ സ്ഥിതി അല്ലാതെ ബാക്കിയെല്ലാം ഒരു ശ്രമം ഉണ്ടാക്കും, ഒരു തളർച്ച ഉണ്ടാക്കും, ഒരു ക്ലേശത്തിനെ ഉണ്ടാക്കണം. ഈ ജീവന്റെ ഉള്ളിൽ ഒരു പെയിൻ വരണം. അതാണ് നിലയിലൈ എന്ന് പറഞ്ഞത് ഭഗവാൻ. ഒരു നിലനിൽപ്പില്ല. ഇടം നിലം അല്ലത് ഇലൈ, അതിന് നിലമല്ലാതെ ഒരു ഇടം ഇല്ല. വരുവഴി ചെല്ലക്കടൻ. അതുകൊണ്ട് ഈ പക്ഷി താൻ എവിടുന്ന് വന്നു അവിടെ തന്നെ തിരിച്ചു പോകണം. രാമകൃഷ്ണദേവന്റെ ഒരു ദൃഷ്ടാന്തം, കപ്പലിലിരിക്കുന്ന കാക്ക കപ്പല് നടുക്കടലിലേക്ക് പോയി, ഉറങ്ങിപ്പോയി അത്ര കാക്ക. അപ്പൊ കിഴക്കോട്ട് കുറച്ച് പറന്നു, വടക്കോട്ട് കുറെ പറന്നു, എല്ലാ ദിക്കിലേക്കും പറന്നു നോക്കി, എവിടെയും കര കാണാനില്ല. അവസാനം കപ്പലിൽ തന്നെ വന്നിരുന്നു. കപ്പലിൽ തന്നെ വന്ന് അവസാനം ഇരുന്നു. അതുപോലെ ഈ ജീവനും ലോകത്തിൽ പലതിലും അലഞ്ഞ് നടന്ന അവസാനം സ്വസ്വരൂപത്തിൽ തന്നെ വന്ന് ഇരിക്കും. വരുവഴി ചെല്ല കടൻ. കടൻ വെച്ചാൽ അത് ചെയ്താവണം. താൻ എങ്ങനെ വന്നു, വന്ന വഴി, താൻ എവിടുന്ന് ഉദിച്ചു, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, വന്ന വഴിയെ പോ എന്നാണ് ഭഗവാൻ ഒരാൾക്ക് ഉപദേശം കൊടുത്തത്. ഒരാൾ വന്ന് എനിക്ക് തപസ് ചെയ്യണം, മഹർഷി എനിക്ക് സ്ഥലം കാണിച്ചു തരണം, ഞാൻ എവിടെ ഇരുന്ന് തപസ് ചെയ്യണം, വന്ന വഴിയെ പോ. അയാൾ വളരെ വിഷമിച്ചിട്ട് ഞാൻ എവിടുന്ന് വന്നു, അങ്ങനെ പോകുന്നാണോ പറയണത്, ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പൊ അടുത്തിരിക്കുന്ന ഒരു ഭക്തൻ പറഞ്ഞു, നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ എവിടെ തപസ് ചെയ്യണം? ഈ ഞാൻ എവിടുന്ന് വന്നു അത് വന്ന വഴിയെ ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങി അതിന്റെ മൂലം അന്വേഷണം ചെയ്യണതാണ് തപസ്. അതുകൊണ്ട് വരുവഴി ചെല്ല കടൻ. അതെങ്ങനെ വരുന്നു? ആ വന്ന വഴിയിൽ ചെന്ന് നോക്കിയാൽ ഉയിർ വരുവഴി ചെന്നിട. ജീവനും താൻ വന്ന വഴിയെ അന്തർമുഖമായി ഹൃദയത്തിൽ ചെന്ന് വിശ്രാന്തമാവും. അഹം, ഞാൻ ഉദിക്കുന്ന സ്ഥലത്ത് ചെന്ന് അടങ്ങുമ്പോ എന്താവും? ഇൻപക്കടൽ ഉനൈ മറുവിടും. ആനന്ദ സമുദ്രമായ ഹേ അരുണാചല, അവിടുത്തെ സ്വരൂപത്തിനെ ഈ ജീവൻ പ്രാപിക്കും. ഇൻപക്കടൽ ഉനൈ മറുവിടും അരുണഭൂധരനെ.
ആനന്ദസമുദ്രത്തിന്, സ്വരൂപത്തിന്, ആനന്ദത്തിന് സയേഷോസ്യ പരമോ ആനന്ദ. അത് ഈ ജീവന്റെ പരമാനന്ദ സ്വരൂപമാണെന്ന് ശ്രുതി പറഞ്ഞു. അവിടെ സംപ്രസാദം, സമ്യക് ചിത്തം പ്രസന്നമായിട്ട് തീരുന്നു, നിർമ്മലമായിട്ട് തീരുന്നു. கடலையும் எழிலியார் பொழிதரும் நீர்தான் கடநிலை அடைவரை தடைசெயில் நில்லாது உடலுயிர் உனிலெழும் உனையுறு வரையில் உருபல வழிகளில் உழலினும் நில்லாது இடவெளி அலையினும் நிலையிலை புல்லுக் இடநிலை மலைதலை வருவழி செல்ல கடனுயிர் வருவழி சென்றிட ഇൻപക്കടലുനൈ മറുവിടും അരുണഭൂധരനെ. ഇത് ഭഗവാൻ ജീവന്റെ യാത്രയെക്കുറിച്ച് പറയാണെന്ന് എടുക്കണം. ജീവൻ തിരിച്ച് താൻ ബ്രഹ്മമാണെന്ന് അറിയണവരെ, തന്റെ സ്വരൂപ വിശ്രാന്തിയെ നേടുന്നവരെ ലോകത്തിലുള്ള ഒന്നും അതിനെ സ്വസ്ഥമാക്കില്ല. എല്ലാം ബോറടിച്ചു പോകും. ബോറടിക്കണു എന്ന് പറയണേ, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സാണത്. ഇത് ബോറടിച്ചു, ഇത് ബോറടിച്ചു, ഇത് ബോറടിച്ചു. ആത്മാവിൽ നിന്ന് അന്യമായ പൊരുളുകളൊക്കെ ഒരു സമയം കഴിയുമ്പോൾ ബോറടിക്കും. ബാഹ്യമായിട്ട് വരുന്ന ദൈവമേ കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. ശാസ്ത്രമൊക്കെ ബോറടിച്ചു പോകും. എന്താണെന്ന് വെച്ചാൽ ഈ സ്വസ്ഥത, തന്റെ സ്വരൂപം, സ്വാഭാവികമായ സ്ഥിതി, ഞാനെന്നുള്ളത് ഉദിക്കാത്ത ആ പൂർണ്ണസ്ഥിതി, അഖണ്ഡമായ ഇരുപ്പ്, അതല്ലാതെ വേറെ ഒന്നും ഈ ഉള്ളിലുള്ള ആ ഫോഴ്സിന് ഫുൾഫിൽമെന്റ് കൊടുക്കില്ല. You can have fulfillment only when you become one with what is full. That is full. You become one with the whole, പൂർണ്ണം. ഈ അല്പമായിട്ട് നിന്നുകൊണ്ട് പൂർണ്ണത്തിനെ ഒരു പായസം കഴിക്കണ പോലെ കഴിക്കാൻ പറ്റില്ല, പാല് കുടിക്കണ പോലെ കുടിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങളെ ഓരോരുത്തരും പൂർണ്ണമാണ് എന്ന് സ്വീകരിക്കാം. പൂർണ്ണമാണ് നിങ്ങളുടെ സ്വരൂപം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ. കോടിക്കണക്കിന് നാമരൂപങ്ങൾ ഉണ്ടായാലും എല്ലാം പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാവുന്നു. പൂർണ്ണത്തിന് ഒരു കൂടുതലും കുറവൊന്നുമില്ല. പൂർണ്ണമേവ അവശിഷ്യത്തെ. ഈശ്വരൻ പൂർണ്ണമാണ്, ജീവൻ പൂർണ്ണമാണ്, നല്ലത് പൂർണ്ണമാണ്, ചീത്ത പൂർണ്ണമാണ്, ഗുണം പൂർണ്ണമാണ്, ദോഷം പൂർണ്ണമാണ്. അങ്ങനെ എല്ലാം പൂർണ്ണമാണ്, പൂർണ്ണമേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചാൽ നിശ്ചയിക്കുന്ന ആളിൽ പൂർണ്ണത വരും, തുരീയ വിശ്രാന്തി വരും. പൂർണ്ണമാണ് ആത്മാവിന്റെ സ്വരൂപം, പൂർണ്ണം. അതിനെ ഇനി ചേർക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. അതാണ് കടനിലൈ അടൈവரை തടൈശയിൽ നില്ലാതെ. ആ കടലായിട്ട്, ഇൻപക്കടൽ, അരുൾ ഒളിക്കടൽ. ഭഗവാൻ ഓരോ ലൈൻ അവസാനിക്കുമ്പോൾ ഓരോ പേര് പറഞ്ഞു. ഇൻപക്കടൽ, അരുൾ ഒളിക്കടൽ എന്ന് രണ്ട് വാക്ക് കഴിഞ്ഞ രണ്ട് ശ്ലോകത്തിലും പറഞ്ഞു. അരുൾ, ഒളി, ഇൻപം, മൂന്നിലും കടലുണ്ട്. അരുൾ എന്ന് വെച്ചാൽ കൃപ, ജ്യോതി, ചിത്. ഒളി, കടൽ, ഇൻപം എന്ന് വെച്ചാൽ ആനന്ദം, ചിത്, ഇരുപ്പ്. ഒളി എന്ന് വെച്ചാൽ ചൈതന്യം, അറിവ്, സത്ത്, ചിത്ത്, ആനന്ദം. അരുൾ, ഒളി, കടൽ. അത് പൂർണ്ണമാണ്. ആ പൂർണ്ണത്തിനെ ആണ് നമ്മൾ ഒരു സത്സംഗത്തിലിരുന്ന് പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമാണ്.
അല്ല ഇത് കഴിഞ്ഞിട്ടൊരു ഹോംവർക്കൊന്നുമില്ല. കഴിഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ഹോംവർക്ക് ചെയ്യാനൊന്നും ഉള്ളതല്ല. കേൾക്കുമ്പോ സ്വീകരിക്കണോ, കേൾക്കുമ്പോ ആ പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത നമുക്ക് സ്വാഭാവികമാണ്, നമ്മളുടെ സ്വരൂപമാണത്. You have to just accept it, trust it. ശ്രദ്ധ, ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ശ്രദ്ധയുണ്ടെങ്കിൽ ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല